അല്ലാഹു യാ അല്ലാഹ് യാ അല്ലാഹ്. അങ്ങനെ നാം വിമാനത്തിൽ ജിദ്ദ കിങ് അബ്ദുൽ അസീസ് ഇന്റർനാഷണൽ എയർപോർട്ടിൽ ഇറങ്ങുകയാണ്. വിമാനം അവിടെ എത്തിക്കഴിഞ്ഞാൽ വിമാനത്താവളത്തിൽ ഒരു പ്രത്യേക ലോഞ്ചിന് നമ്മളെ കൊണ്ട് ചെന്നിരുത്തും. അവിടെ നമ്മളെ സഹായിക്കാൻ പ്രത്യേകം ഉദ്യോഗസ്ഥർ വരും. നമ്മുടെ യാത്രാ രേഖകൾ നോക്കും, പൂരിപ്പിച്ചിട്ടില്ലാത്തവ പൂരിപ്പിച്ചു തരും. എല്ലാം കൃത്യമാക്കി കഴിഞ്ഞതിന് ശേഷം എമിഗ്രേഷൻ കൗണ്ടറിൽ നമ്മൾ എത്തും. ഇവിടുത്തെ എയർപോർട്ടിൽ നിന്ന് നമ്മൾ പോകുമ്പോൾ എമിഗ്രേഷൻ കൗണ്ടറിൽ പാസ്പോർട്ട് കൊടുത്തിരുന്നു. അവർ സീൽ ചെയ്ത് തിരിച്ചു തന്നിട്ടുണ്ടോ എന്ന് ഇവിടെ വെച്ച് തന്നെ നമ്മൾ നോക്കണം. അത് ചെറിയ ബാഗിൽ സൂക്ഷിക്കണം. ഇതേ പാസ്പോർട്ട് അല്ലെങ്കിൽ ഇതേ രേഖ വീണ്ടും ജിദ്ദയിൽ നമ്മൾ കൊടുക്കുന്നു. അവരതിൽ സീൽ ചെയ്യുന്നു, നമുക്ക് തിരിച്ചു തരുന്നു. നമ്മളത് ഭദ്രമായി സൂക്ഷിക്കുന്നു. തിരിച്ചു വരുന്നവരെ നമ്മുടെ കയ്യിൽ അത് ഉണ്ടാവണം. പുറത്തിറങ്ങുന്നവരെ അത് സൂക്ഷിക്കൽ നമ്മുടെ ഉത്തരവാദിത്തമാണ്. പുറത്തിറങ്ങി കഴിഞ്ഞാൽ അത് സൂക്ഷിക്കാൻ മുത്തവഫിന്റെ ആളുകൾ വരും. അങ്ങനെ നാം എമിഗ്രേഷൻ കൗണ്ടറിൽ നിന്ന് മുന്നോട്ട് പോകുമ്പോൾ വിശാലമായ ഒരു ഹാളിലെത്തും. ആ ഹാളിൽ നമ്മൾ നാട്ടിൽ നിന്ന് എയർപോർട്ടിൽ കൊടുത്ത വലിയ ബാഗ് വന്ന് കിടപ്പുണ്ടാവും. അതെടുക്കാതെ പുറത്തു പോയാൽ നമ്മുടെ ബാഗ് നഷ്ടപ്പെടും. അവിടെ വെച്ച് നമ്മുടെ പേര് പരിശോധിച്ച് ബാഗ് എടുത്ത് അത് സ്ക്രീൻ ചെയ്യുന്ന നേരത്ത് കൊണ്ടുപോയി സ്ക്രീൻ ചെയ്ത് അവർ വല്ല സംശയവും രേഖപ്പെടുത്തിയാൽ അത് തുറന്നു കൊടുത്ത് ശേഷം പുറത്തേക്ക് ഇറങ്ങുമ്പോൾ അത് സ്വീകരിക്കാൻ അവിടെ ഉദ്യോഗസ്ഥരുണ്ടാവും. അവരത് വാങ്ങി ഇന്ത്യയുടെ പതാക വെച്ച ഒരു സ്ഥലത്ത് കൊണ്ടുപോയി കൂട്ടിയിടും. അതിന്റെ മുമ്പ് മക്തബുൽ മുക്കല എന്ന് പറയുന്ന ഒരു പ്രത്യേക ഉദ്യോഗസ്ഥ വിഭാഗത്തിന് മുമ്പിൽ നമ്മുടെ പാസ്പോർട്ട് കാണിക്കും. അതിലവർ സീൽ ചെയ്ത് തിരിച്ചേൽപ്പിക്കും. അങ്ങനെ നാം ഒരു പ്രത്യേക കൗണ്ടറിൽ എത്തിക്കഴിഞ്ഞാൽ അവിടെ വെച്ച് നമ്മുടെ പാസ്പോർട്ട് എല്ലാം ഒന്നിച്ചു കൂട്ടി മുത്തൈഫിന്റെ ഒരു കൗണ്ടറിൽ കൊടുത്ത് അവിടെ നിന്നൊരു സ്റ്റിക്കർ ഒട്ടിച്ച് ശേഷം നമുക്ക് ആളെണ്ണം കണക്കാക്കി ഒരു ബസ് വന്ന് നിർത്തി ആ ബസ്സിലേക്ക് നമ്മൾ ക്ഷണിക്കും. ഇതിനൊക്കെ കുറെ സമയമെടുക്കും. ഈ സമയമാകുമ്പോഴേക്കും നമുക്ക് മഗ്രിബും ഇശാഉം നമസ്കരിക്കാനുണ്ടെങ്കിൽ അവിടെ വെച്ച് ജമ്മാക്കി ജിദ്ദ എയർപോർട്ടിലെ മബ്നൽ ഹുജ്ജാജ് എന്ന് പറയുന്ന ഹജ്ജ് ടെർമിനലിൽ നിന്ന്, അതല്ലെങ്കിൽ ഇന്റർനാഷണൽ ടെർമിനലിലാണ് നമ്മൾ ചെന്നിറങ്ങുന്നതെങ്കിൽ സ്വാഭാവികമായും ഹജ്ജ് കാലത്തെ ഹജ്ജ് ടെർമിനലിലാണ് ആളുകൾ ചെന്നിറങ്ങുക. എല്ലാ സൗകര്യങ്ങളും പള്ളിയടക്കമുള്ള വിശാലമായ സൗകര്യങ്ങൾ അവിടെ ഉണ്ട്. അവിടെ വെച്ച് നമ്മൾ നമസ്കരിക്കുക, നമസ്കാരം നിർവഹിച്ച് ക്ഷമ പാലിക്കുക. കുറേ സമയമെടുക്കും. 4 മണിക്കൂർ 5 മണിക്കൂറൊക്കെ എയർപോർട്ടിൽ നിൽക്കേണ്ടി വരും. അക്ഷമരാവരുത്. നമ്മൾ ഇഹ്റാമിലാണ്. മുഹറമാത്തുൽ ഇഹ്റാം ശ്രദ്ധിക്കണം. മുടി കൊഴിയരുത്, സോപ്പ് ഉപയോഗിക്കാൻ പാടില്ല, സുഗന്ധം ഉപയോഗിക്കാൻ പാടില്ലല്ലോ. ആ രീതിയിൽ എല്ലാ കാര്യങ്ങളും വളരെ നന്നായി ശ്രദ്ധിച്ച് സൂക്ഷിച്ച് തൽബിയത്ത് ചൊല്ലി അച്ചടക്കത്തോടു കൂടി നമസ്കരിച്ച് നമ്മുടെ ഒരു ഭാഗത്തിരിക്കുക. ഉദ്യോഗസ്ഥർ വന്ന് നമ്മളെ വിളിക്കും. ആ വിളിക്കുന്ന സമയമാകുന്നവരെ നമ്മൾ കാത്തിരിക്കുക. 45 or 50 പേരെ ഒരു ബസ്സിൽ കൊണ്ടുപോകും. ആ ബസ്സിൽ അച്ചടക്കത്തോടു കൂടി നമ്മൾ കയറാൻ ചെല്ലുമ്പോൾ നമ്മുടെ രേഖ അവർ വാങ്ങും. ആ രേഖ അവർ വാങ്ങിക്കഴിഞ്ഞാൽ പിന്നെ അത് സൂക്ഷിക്കേണ്ട ഉത്തരവാദിത്തം അവർക്കാണ്. നമ്മൾ വാഹനത്തിൽ കയറുന്നു. ഇൻഷാ അള്ളാ നമ്മളതാ നേരെ മക്കയിലേക്ക് യാത്ര ചെയ്യുകയാണ്. ജിദ്ദയിൽ നിന്ന് നമ്മൾ മക്കയിലേക്ക് അതാ പോകുന്നു. പരിശുദ്ധ മക്ക എന്ന് പറയുന്ന പുണ്യഭൂമിയിലേക്ക്, ജീവിതത്തിലെ ഏറ്റവും വലിയ അനുഗ്രഹീതമായ ആ മഹത്തായ യാത്രയിലെ ലക്ഷ്യമായ വിശുദ്ധ കഅബയെ കാണാൻ നമ്മൾ പോവുകയാണ്. അങ്ങനെ നാം ഏകദേശം ജിദ്ദ എയർപോർട്ടിൽ നിന്ന് ഒരു 70ഓളം കിലോമീറ്റർ പിന്നിട്ട് കഴിയുമ്പോൾ ഹറമിന്റെ അതിർത്തി കാണാൻ കഴിയും. ഹറമിന്റെ അതിർത്തി അവിടെ പ്രത്യേകമായി ഒരു ഫലകത്തിൽ എഴുതി വെച്ചിരിക്കും. ഹദ്ദുൽ ഹറം എന്ന് പറഞ്ഞുകൊണ്ട് ഒരു പ്രത്യേക അതിർത്തി അവിടെ രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ടാവും. ആ അതിർത്തി നമുക്ക് കാണാൻ കഴിയും. അത് കഴിഞ്ഞങ്ങോട്ട് കടന്നു ചെല്ലുമ്പോൾ മറ്റൊരു കവാടം കാണും. ആ കവാടമല്ല ഹറമിന്റെ അതിർത്തി, മറിച്ച് അതിനു മുമ്പ് പ്രത്യേകമായ ഒരു ഹദ്ദുൽ ഹറം എന്ന് പറഞ്ഞ് ഒരു സൈഡിൽ പ്രത്യേകമായി ഒരു പില്ലർ നാട്ടി അതിന്മേൽ പ്രത്യേകമായ ഒരു ഫലകത്തിൽ എഴുതി വെച്ചിട്ടുണ്ട് ഹറമിന്റെ അതിർത്തി. അങ്ങനെ ഹറമിലേക്ക് അങ്ങോട്ട് കടക്കുമ്പോൾ നമ്മുടെ മനാസിക് നോക്കിയാൽ ബസ്സിൽ ഇരുന്നു കൊണ്ട് തന്നെ വിശുദ്ധ ഹറമിലേക്ക് കടക്കുമ്പോൾ ഒരു പ്രത്യേക ദുആ ഉണ്ട്. ഈ ദുആ കഴിയുമെങ്കിൽ ബസ്സിൽ ഇരുന്നു കൊണ്ട് നമ്മൾ ചൊല്ലുക. അങ്ങനെ നമ്മളങ്ങനെ മക്കയിലേക്ക് എത്തുകയാണ്. മക്കയിലേക്ക് നമ്മൾ എത്തുമ്പോൾ മക്കയിലെ ഭവനങ്ങൾ കാണുമ്പോൾ, അവിടെയുള്ള കെട്ടിടങ്ങൾ കാണുമ്പോൾ അല്ലാഹുമ്മ ജഅൽനി ബിഹാ ഖറാറാ വർസുഖ്നി ഫീഹാ റിസ്ഖൻ ഹലാലാ, ഈ പ്രത്യേകമായ ദുആ ചൊല്ലൽ സുന്നത്തുണ്ട്. മനാസിക്കിലൊക്കെ രേഖപ്പെടുത്തിയിട്ടുണ്ടാവും. നിങ്ങൾക്ക് ഇതോടൊപ്പം നൽകുന്ന കൈപ്പുസ്തകത്തിലുണ്ടല്ലോ, അത് നോക്കി പ്രത്യേകമായി ചൊല്ലുക. അങ്ങനെ വിശുദ്ധ മക്കയിൽ എത്തിക്കഴിഞ്ഞാൽ അല്ലാഹുമ്മ ഇന്ന ഹാദൽ ഹറമ ഹറമുക വൽ ബലദ ബലദുക വൽ അംന അംനുക വൽ അബ്ദ അബ്ദുക ജിഅതുക മിൻ ബിലാദിൻ ബഈദത്തിൻ ബിദുനൂബിൻ കസീറ വഅഅമാലിൻ സയ്യിഅ അസ്അലുക മസ്അലതൽ മുതരീൻ ഇലൈകൽ മുശ്ഫിഖീൻ മിൻ അദാബിക അൻ തസ്തഖ്ബിലനി ബിമഹദി അഫ്വിക വഅൻ തുദ്ഖിലനി ഫസീഹ ജന്നതിക ജന്നതൻ നഈം. അല്ലാഹുമ്മ ഇന്ന ഹാദാ ഹറമുക വഹറമു റസൂലിക സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഫഹർരിം ലഹ്മി വദമി വഅദമി അലന്നാർ. ഈ പ്രത്യേകമായ ദുആ ഉച്ചരിച്ചുകൊണ്ട് അല്ലാഹു റബ്ബുൽ ഇസ്സത്തിനോട് പ്രതിഫലം ചോദിക്കുന്ന, നമ്മുടെ ശരീരവും നമ്മുടെ ദേഹവും അതുപോലെ തന്നെ നമ്മുടെ രക്തവും മജ്ജയും മാംസവും ഒക്കെ നരകത്തിന് ഹറാമാക്കണേ എന്ന പ്രത്യേകമായ ഈ ദുആ മനസ്സറിഞ്ഞുകൊണ്ട് ദുആ ചെയ്യണം. അങ്ങനെ നമ്മുടെ ബിൽഡിങ്ങിന്റെ മുമ്പിൽ നമ്മൾ എത്തും. ഇപ്പോൾ നാം പരിശുദ്ധ മക്കയിൽ ആദ്യമായി എത്തി. നമുക്ക് വേണ്ടി നേരത്തെ തയ്യാർ ചെയ്യപ്പെട്ട ബിൽഡിങ്ങിന് മുമ്പിൽ, ഗ്രൂപ്പാണെങ്കിലും ഗവൺമെന്റ് ഗ്രൂപ്പാണെങ്കിലും അവിടെ എത്തിക്കഴിഞ്ഞാൽ അവിടെ വെച്ചുകൊണ്ട് ആളുകൾ തർക്കിക്കരുത്.
ഫലാ റഫഥ വലാ ഫുസൂക വലാ ജിദാല ഫിൽ ഹജ്ജ്. ഓർക്കണം, മൻ ഹജ്ജ ഫലം യഫ്സുക് വലം യർഫുഫ്. പരിശുദ്ധ പ്രവാചകർ പറഞ്ഞ വാചകം ഓർക്കണം. അവിടെ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം, തമ്മാടിത്തം പറഞ്ഞു പോകരുത്. നമ്മൾ അള്ളാഹുവിന്റെ മുമ്പിൽ വിനയാന്വിതനായി വന്ന ഒരു അടിമയാണ്. എന്ത് അസൗകര്യമുണ്ടെങ്കിലും ഹജ്ജാണ് നമ്മുടെ ലക്ഷ്യം, സൗകര്യമല്ല. ഇൻഷാ അല്ലാഹ് സൗകര്യമൊക്കെ നാട്ടിൽ വന്നിട്ടാകാം. പട്ടിണി കിടന്നാലും ഹജ്ജ് പൂർത്തിയാക്കണം, അത് മബ്റൂറാകണം, പോലെ മഖബൂലാകണം. അതിനുവേണ്ടിയായിരിക്കണം നമ്മുടെ ശ്രമം. നാക്കടക്കി വെച്ചുകൊണ്ട്, കൽബ് നിയന്ത്രിച്ചുകൊണ്ട് ആത്മസംയമനം പാലിക്കുക. ഇപ്പം നമ്മൾ റൂമിലെത്തി കഴിഞ്ഞാൽ നമ്മുടെ സൗകര്യങ്ങളൊക്കെ ആയി ബാഗൊക്കെ അവിടെ വെച്ച്, നമ്മുടെ വലിയ ബാഗൊക്കെ ഇറക്കി നമ്മുടെ റൂമിലെത്തി. നമ്മളിപ്പോഴും ഇഹ്റാമിലാണെന്ന ബോധം വേണം. നമ്മൾ ഉംറക്കാണ് ഇഹ്റാം ചെയ്തിട്ടുള്ളത്. എന്താണ് ഉംറ? ഇപ്പൊ നമ്മൾ മക്കയിലെത്തി. എന്താണ് ഉംറ? ഇഹ്റാം, തവാഫ്, സഅയ്, മുടി മുറിക്കൽ. ഇഹ്റാം ചെയ്ത് കഅബയെ 7 വട്ടം ചുറ്റി സഫാ മർവക്കിടയിൽ 7 വട്ടം നടന്ന് മുടി മുറിച്ചാൽ ഉംറ കഴിഞ്ഞു. ഈ പ്രവർത്തനമാണ്, 4 പ്രവർത്തനമാണ് ഇഹ്റാം, തവാഫ്, സഅയ്, മുടി മുറിക്കൽ. ഈ 4 പ്രവർത്തനമാണ് ഉംറ. ഇതിൽ 1 നമ്മൾ ചെയ്തിട്ടുണ്ട്. ഏതാ നമ്മൾ ചെയ്തിട്ടുള്ളത്? നമ്മൾ ഇഹ്റാം ചെയ്തു. ഇനി ബാക്കി 3 നമുക്ക് ചെയ്യാനുണ്ട്. ആ 3 ഏതാണ്? 1 തവാഫ്, 1 സഅയ്, 1 മുടി മുറിക്കൽ. അതുകൊണ്ട് ആ 3 കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി നമ്മൾ ഇറങ്ങുകയാണ് റൂമിൽ നിന്ന്. നമ്മൾ റൂമിൽ നിന്ന് ഇറങ്ങുമ്പോൾ എന്ത് വേണം? തവാഫിന്റെ നിബന്ധനയിൽപ്പെട്ട ഒന്നാണ് വുളൂ വേണം. അപ്പോൾ വുളൂ എടുക്കണം. വുളൂ എടുത്തതിന് ശേഷം സ്ത്രീകളാണെങ്കിൽ സോക്സ് ധരിക്കണം. പുരുഷന്മാർ ചുറ്റിത്തുന്നിയ വസ്ത്രം ധരിക്കരുത്. സ്ത്രീകൾ കയ്യുറ ധരിക്കരുത്. അങ്ങനെ നമ്മൾ സ്ത്രീകൾക്ക് കൈ ഉറ ധരിക്കാൻ പാടില്ല, മുൻകൈ പുറത്തിടണമല്ലോ. അതുകൊണ്ട് കാലിൽ സോക്സ് ധരിക്കണം, കാരണം ഔറത്ത് വെളിവാകാൻ പാടില്ല. അങ്ങനെ 2 കൂട്ടരും റൂമിൽ നിന്നിറങ്ങുമ്പോൾ റൂം എവിടെയാണെന്ന് കൃത്യമായി നോക്കി വെക്കണം. തവാഫിൽ ഒറ്റപ്പെട്ടു പോകാൻ സാധ്യതയുണ്ട്. തിരിച്ച് റൂമിലേക്ക് തന്നെ എത്തണമെങ്കിൽ റൂമിന്റെ ബിൽഡിംഗ് നമ്പറോ ഫോൺ നമ്പറോ കയ്യിൽ എഴുതി വെക്കാം, കാർഡ് കയ്യിൽ കരുതാം. അങ്ങനെ നമ്മളിതാ അള്ളാഹുവിന്റെ പരിശുദ്ധമായ ഭവനത്തിലേക്ക് പോകുന്നു. അങ്ങനെ നമ്മൾ നേരിട്ട് ചെന്നുകൊണ്ട് ഹറമിലേക്ക് ആദ്യമായി കടക്കേണ്ടത് ബാബു സലാമിലൂടെയാണ്. ചിലപ്പോൾ അതിന് സാധിച്ചില്ല എന്ന് വരും. ബാബു സലാം വലിയ തിരക്കാകുമ്പോൾ അവിടെ അടച്ചിടും. അപ്പോൾ ഏതെങ്കിലും ബാബിലൂടെ പ്രവേശിക്കുക. ബാബു സലാമിലൂടെ പ്രവേശിക്കുമ്പോൾ ബിസ്മില്ലാ അൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ അല്ലാഹുമ്മ അൻതസ്സലാം വമിൻകസ്സലാം ഹയ്യിനാ റബ്ബനാ ബിസ്സലാം വഅദ്ഖിൽനൽ ജന്നത ദാറസ്സലാം തബാറക്ത റബ്ബനാ വതആലൈത യാ ദൽ ജലാലി വൽ ഇക്റാം അല്ലാഹുമ്മ ഇഫ്തഹ് ലി അബ്വാബ റഹ്മതിക വമഗ്ഫിറതിക വഅദ്ഖിൽനി ഫീഹാ എന്ന് പ്രത്യേകമായി ദുആ ചെയ്യുക. സാധാരണ പള്ളിയിൽ കടക്കുമ്പോഴുള്ള ദുആ അതിലുണ്ട്. ആ ദുആ ചൊല്ലി ഏതെങ്കിലും ഒരു ബാബിലൂടെ നമ്മൾ കടന്നു ചെല്ലുക. അങ്ങനെ നമ്മൾ ആദ്യമായി നമ്മുടെ ജീവിതത്തിൽ വിശുദ്ധമായ കഅബാലയം കാണുന്നു. ഏതൊരു മനുഷ്യവിശ്വാസിയുടെ മനസ്സ് പ്രകമ്പനം കൊള്ളുന്ന, ജീവിതത്തിൽ ആദ്യമായി കഅബ കാണുന്ന മനുഷ്യന്റെ കണ്ണിൽ നിന്ന് കണ്ണുനീർ പൊട്ടും തീർച്ചയാണ്. അള്ളാഹുവിന്റെ പരിശുദ്ധ പ്രവാചകർ ഈ സമൂഹത്തിന് നിർദ്ദേശിച്ച അമലുകൾ ചെയ്യുന്നതിന് വേണ്ടി നമ്മൾ അവിടെ ചെല്ലുമ്പോൾ, അള്ളാഹു പഠിപ്പിച്ച അമലുകൾ ചെയ്യുന്നതിന് വേണ്ടി നമ്മൾ അവിടെ ചെയ്യുമ്പോൾ, ആ പരിശുദ്ധമായ കഅബാലയം കാണുമ്പോൾ ഒരു സ്ത്രീ, ഇമാം നവവി തങ്ങൾ ഇലാഹിൽ വിശദീകരിക്കുന്നുണ്ട്, ഒരു സ്ത്രീ കഅബാലയം കാണുന്നതിന് വേണ്ടി വന്നു. അയിന ബൈത്തു റബ്ബി, എവിടെയാണ് എന്റെ തമ്പുരാന്റെ ഭവനമെന്ന് ചോദിച്ചു. ആ പെണ്ണിനോട് അവർ പറഞ്ഞു, അല്പം കൂടി മുന്നോട്ട് പോയാൽ കാണാം. അങ്ങനെ അവൾ ഈ വീടങ്ങ് കണ്ട സന്ദർഭത്തിൽ കഅബയിലേക്ക് ചെന്നുകൊണ്ട് അതിന്റെ കില്ല പിടിച്ചുകൊണ്ട് അതിൽ ചേർന്ന് നിന്നു. അങ്ങനെ അവർ അങ്ങനെ തന്നെ ഇരുന്നു പോയി. ആ പെണ്ണ് അവിടെ തന്നെ ഹൃദയം പൊട്ടി മരിച്ചുപോയി. കഅബ കണ്ട സന്തോഷം കൊണ്ട്, കഅബയെങ്കിൽ എത്തിച്ചേർന്ന സന്തോഷം കൊണ്ട് ആ പെണ്ണ് ഹൃദയം പൊട്ടി മരിച്ച ഒരു സംഭവം ഇമാം നവവി തങ്ങൾ അതാ ഇലാഹിൽ വിശദീകരിക്കുന്നു. എന്റെ മുന്നിലിരിക്കുന്ന പ്രിയപ്പെട്ട സഹോദരന്മാര്, സഹോദരിമാര്, ഇത് കേൾക്കുന്ന പ്രിയപ്പെട്ട സുഹൃത്തുക്കൾ വളരെ ഗൗരവത്തോടെ മനസ്സിലാക്കണം. ആ കഅബ ഇങ്ങോട്ട് കാണുമ്പോൾ ഒരു വിശ്വാസിയുടെ മനസ്സിന് തുടികൊട്ടും. അവന്റെ വൈകാരികമായ ആ അവസ്ഥയിൽ അവൻ പടച്ചറബിനോട് പറയണം, ലാ ഇലാഹ ഇല്ലല്ലാഹ് അല്ലാഹു അക്ബർ അല്ലാഹുമ്മ സിദ് ഹാദൽ ബൈത തശ്രീഫൻ വ തഅലീമൻ വ തക്രീമൻ വ മഹാബതൻ. നമ്മൾ പറയുന്ന വാചകം നോക്കണം. അല്ലാഹുവിനോട് നമ്മൾ പറയുന്നു, സിദ് മൻ ശറഫഹു വ അല്ലമഹു മിമ്മൻ ഹജ്ജഹു വ അതമറ തശ്രീഫൻ വ തക്രീമൻ വ തഅലീമൻ വ ബിറാഹ്. ഈ വാക്ക് പറഞ്ഞുകൊണ്ട് വിശുദ്ധ കഅബത്തിന്റെ മഹത്വം അംഗീകരിച്ചുകൊണ്ട് പടച്ചറബിന്റെ വിശുദ്ധമായ കഅബാലയം കാണുമ്പോൾ നമ്മൾ വളരെയധികം വികാരപരമായി കഅബയെ നോക്കണം. കഅബയെ നോക്കൽ സുന്നത്താണ്. ഭൂമുഖത്ത് മാതാപിതാക്കളുടെ മുഖത്ത് നോക്കൽ, വിശുദ്ധ ഖുർആനിലേക്ക് നോക്കൽ, കഅബയിലേക്ക് നോക്കൽ, നോക്കിയാൽ കൂലി കിട്ടുന്ന പ്രവർത്തനങ്ങളിൽ അപൂർവമായവയാണിത്. അതുകൊണ്ട് കഅബയെ നോക്കിയാൽ പ്രത്യേകം കൂലി കിട്ടും. ഏതൊരു പള്ളിയിൽ നമ്മൾ കടന്നാലും ആദ്യമായി നമ്മൾ ചെയ്യേണ്ടത് തഹിയ്യത്ത് നമസ്കാരമാണ്. എന്നാൽ വിശുദ്ധ ഹറമിൽ നമ്മൾ കടന്നാൽ തഹിയ്യത്ത് നിസ്കാരമല്ല, തവാഫാണ്. കഅബയിലേക്ക് കടന്നാൽ കഅബയുടെ തഹിയ്യത്ത് തവാഫാണ്. അതുകൊണ്ട് ഇനി നമ്മൾ തവാഫ് ചെയ്യണം. നമ്മൾ ഉംറയ്ക്ക് വേണ്ടി ഇഹ്റാം ചെയ്തവരാ. അതുകൊണ്ട് നമ്മൾ പ്രത്യേകം പറയേണ്ടതില്ല. നമ്മൾക്ക് തവാഫ് ഏതായാലും തവാഫ് തന്നെയാണ് നമ്മൾ ചെയ്യേണ്ടത്. നമ്മൾ അവിടെ ചെന്ന് തവാഫ് ചെയ്യാനുള്ള പ്രവർത്തനമാണ് ആദ്യമായി ഈ വിശുദ്ധ
ജഅലല്ലാഹുൽ കഅബത്തൽ ബൈത്തൽ ഹറാമ ഖിയാമൻ ലിന്നാസ്. ജനങ്ങളെ സംബന്ധിച്ചിടത്തോളമുള്ള അവരുടെ നിലനിൽപ്പിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഭവനമാണ് വിശുദ്ധ കഅബാലയം. നോക്കൂ, ഈ വിശുദ്ധ കഅബാലയമാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അവന്റെ ഉൾപ്പുളകമായി നമുക്ക് വേണ്ടി നമ്മുടെ പാപങ്ങൾ സ്വീകരിക്കുന്നതിന് വേണ്ടി നിർമ്മിച്ചിട്ടുള്ള, അല്ലെങ്കിൽ നമുക്ക് ആരാധന നിർവഹിക്കുന്നതിന് വേണ്ടി പടച്ചറബ് നിർദ്ദേശിച്ചിട്ടുള്ള വിശുദ്ധമായ ഭവനം. അവിടെയാണല്ലോ നമ്മൾ എത്തിച്ചേർന്നിരിക്കുന്നത്. അൽഹംദുലില്ലാഹ്, ഏതൊരു വിശ്വാസിയുടെയും മനസ്സ് തുടികൊട്ടുന്ന ഈ സന്ദർഭത്തിൽ നമുക്ക് ഈ വിശുദ്ധ കഅബാലയത്തിൽ വന്നാൽ ആദ്യമായി നിർവഹിക്കാനുള്ള കർമ്മത്തിലേക്ക് നീങ്ങാം. ആ കർമ്മം തവാഫാണ്. നമ്മൾ ഏതു സമയത്ത് മസ്ജിദുൽ ഹറാമിൽ പ്രവേശിച്ചാലും തഹിയ്യത്തായി നിർവഹിക്കേണ്ട കർമ്മം തവാഫാണ്. 3 ഘട്ടങ്ങളിലൊഴികെ. 2-3 ഘട്ടങ്ങൾ അതിൽ നിന്ന് ഒഴിവുണ്ട്. ഒന്ന്, നമ്മൾ അങ്ങോട്ട് പ്രവേശിക്കുന്ന സന്ദർഭത്തിൽ അവിടെ ജമാഅത്ത് നമസ്കാരം നിർവഹിക്കുകയാണ് എങ്കിൽ നമ്മൾ ആ ജമാഅത്തിൽ പങ്കെടുക്കുക. മറ്റൊന്ന്, നമ്മൾ വിശുദ്ധമായ കഅബാലയത്തിൽ പ്രവേശിക്കുമ്പോൾ നമുക്ക് ഏതെങ്കിലും ഒരു നമസ്കാരം നിർവഹിക്കാറുണ്ട്. ഉദാഹരണമായി അസർ നമസ്കരിക്കാതെ നാം ഒരു 3 മണിക്ക് കഅബാലയത്തിൽ പ്രവേശിക്കുന്നുവെങ്കിൽ, അഥവാ മസ്ജിദുൽ ഹറാമിൽ പ്രവേശിക്കുന്നുവെങ്കിൽ, നമ്മൾ തവാഫിന് നിന്നു കഴിഞ്ഞാൽ നമ്മുടെ ഈ നമസ്കാരം ഖളാ ആകും. അത്തരമൊരു ഘട്ടത്തിൽ നാം നമ്മുടെ ആ നമസ്കാരം നിർവഹിച്ചതിന് ശേഷമാണ് തവാഫിന് പോകേണ്ടത്. മറ്റൊന്ന്, നമ്മൾ അങ്ങോട്ട് കടന്നു ചെല്ലുമ്പോൾ തവാഫ് നിർവഹിക്കാൻ കഴിയാത്ത വിധം വമ്പിച്ച ഒരു ജനക്കൂട്ടമാണ് ഹറമിലുള്ളതെങ്കിൽ സ്വാഭാവികമായും തഹിയ്യത്ത് എന്ന രീതിയിൽ നമ്മൾ 2 റക്അത്ത് നമസ്കാരം നിർവഹിക്കുക. ഈ ഘട്ടങ്ങളിലല്ലാത്തപ്പോഴെല്ലാം നാം എപ്പോൾ മസ്ജിദുൽ ഹറാമിൽ പ്രവേശിക്കുന്നുവെങ്കിലും തഹിയ്യത്തായി തവാഫ് ചെയ്യണം. തവാഫ് എന്ന് പറയുമ്പോൾ വിശുദ്ധ കഅബാലയത്തെ ചുറ്റലാണ്. ഒരു ചുറ്റ് ഒരു തൗഫത്ത്, 7 ചുറ്റു കൂടുമ്പോൾ ഒരു തവാഫായി. നമ്മൾ ഉംറ നിർവഹിക്കാൻ നിയ്യത്ത് ചെയ്തുകൊണ്ട് വന്നവരാണ്. ഉംറയ്ക്ക് ഇഹ്റാം ചെയ്തവർ എന്ന രീതിയിൽ നമുക്ക് നിർവഹിക്കാനുള്ളത് തവാഫാണ്. തവാഫ് നാം നിർവഹിക്കേണ്ട ബാധ്യതയുള്ളവരായതുകൊണ്ട് നമുക്ക് തഹിയ്യത്തിന്റെ തവാഫ് എന്ന ഒന്നല്ല, മറിച്ച് ഉംറയുടെ തവാഫ് ചെയ്യുന്നതോടുകൂടി എല്ലാം അതിൽ ഉൾപ്പെടുന്നു. അതുകൊണ്ട് നാം ചെയ്യേണ്ടത് തവാഫാണ്. നമ്മൾ ഉംറക്കാരാണ്. നാട്ടിൽ വെച്ച് എയർപോർട്ടിൽ വെച്ച് ഉംറയ്ക്ക് ഇഹ്റാം ചെയ്തു, ഇവിടെ എത്തി നാം ഇഹ്റാമോടുകൂടി വിശുദ്ധ ഹറമിൽ പ്രവേശിച്ചിരിക്കുന്നു. ഇൻഷാ അല്ലാഹ് നമുക്ക് തവാഫ് ചെയ്യാം. എങ്ങനെയാണ് തവാഫ് ചെയ്യേണ്ടത്? തവാഫ് ചെയ്യണമെങ്കിൽ ആദ്യമായി തവാഫിനെ കുറിച്ച് ഒരു ലഘു പഠനം നടത്തണം. തവാഫ് പല വിധത്തിലുണ്ട്. ഒന്ന്, ഖുദൂമിന്റെ തവാഫ്. ഖുദൂമിന്റെ തവാഫ് എന്നാൽ ഹജ്ജിന് ഇഹ്റാം ചെയ്ത് മക്കയിൽ പ്രവേശിച്ചവൻ ചെയ്യുന്ന തവാഫാണ്. നാം ഹജ്ജിന് ഇഹ്റാം ചെയ്തുകൊണ്ടാണ് വന്നിട്ടുള്ളതെങ്കിൽ ഹജ്ജ് മാസത്തിൽ ഹജ്ജിന് ഇഹ്റാം ചെയ്ത് വന്നാൽ ആദ്യമായി മക്കയിൽ പ്രവേശിക്കുമ്പോൾ ചെയ്യേണ്ട തവാഫാണ് ഖുദൂമിന്റെ തവാഫ്. ഈ തവാഫ് ചെയ്യുന്നതോടുകൂടി ഒരു സഅയ് ചെയ്താൽ അറഫയിൽ നിന്ന് വന്നതിന് ശേഷം പിന്നെ നാം സഅയ് ചെയ്യേണ്ടതില്ല, ഇഫാദത്തിന്റെ തവാഫ് മാത്രം ചെയ്താൽ മതി. ഇതാണ് ഖുദൂമിന്റെ തവാഫ്. ഇത് സുന്നത്താണ്. രണ്ടാമത്തേത് ഇഫാദത്തിന്റെ തവാഫാണ്. ഇഫാദത്തിന്റെ തവാഫ് എന്ന് പറഞ്ഞാൽ അറഫയിൽ നിന്ന ശേഷം നാം വന്ന് ദുൽഹജ്ജ് 9 അറഫയിൽ നിന്നതിന് ശേഷം നിർവഹിക്കുന്ന തവാഫ്. അതാണ് ഇഫാദത്തിന്റെ തവാഫ്, ഹജ്ജിന്റെ നിർബന്ധമായ തവാഫ്. മറ്റൊന്ന് വദാഇന്റെ തവാഫ്, അഥവാ കഅബാലയത്തോട് വിട പറഞ്ഞുകൊണ്ട് പോകുന്ന സന്ദർഭത്തിൽ കർമ്മപൂർത്തീകരണത്തിന് ശേഷമോ അല്ലെങ്കിലോ കഅബ വിട്ടു പോകുമ്പോൾ ചെയ്യുന്ന തവാഫ്. മറ്റൊന്ന് സുന്നത്തായ തവാഫ്. അത് എപ്പോൾ വേണമെങ്കിലും നമുക്ക് ഹറമിൽ പ്രവേശിച്ച് ചെയ്യാവുന്നതാണ്. ഈ തവാഫ് ഈ വിധങ്ങളിലൊക്കെ ഉണ്ടെങ്കിലും കർമ്മങ്ങളെല്ലാം ഒന്നാണ്. തവാഫിന്റെ രീതിയും നിബന്ധനകളും ഒക്കെ ഒന്നാണ്, പേരുകൾ മാറുന്നു എന്ന് മാത്രം. നമ്മൾ ചെയ്യുന്നത് ഉംറയുടെ തവാഫാണ്. ആ ഉംറയുടെ തവാഫും മറ്റു തവാഫുകളും തമ്മിൽ ഒരു വ്യത്യാസവുമില്ല, നിബന്ധനകളിൽ പോലും ഒരു വ്യത്യാസവുമില്ല. അതുകൊണ്ട് തവാഫ് മനസ്സിലാകണമെങ്കിൽ ആദ്യം കഅബയെക്കുറിച്ചും അതിന്റെ പരിസര പ്രദേശങ്ങളെക്കുറിച്ചും വളരെ വ്യക്തമായ ഒരു ബോധമുണ്ടായിരിക്കണം. ഇന്നത്തെ കഅബാലയം നിങ്ങൾ ഇവിടെ ശ്രദ്ധിക്കൂ. വിശുദ്ധ കഅബാലയത്തെ നമുക്ക് വ്യക്തമായി ഒന്ന് പരിചയപ്പെടാം. വളരെ വ്യക്തമായി ഈ ചിത്രം നിങ്ങൾക്ക് കഅബയെക്കുറിച്ച് മനസ്സിലാക്കാൻ ഉപകരിക്കുമെന്നതുകൊണ്ട് നിങ്ങൾ നോക്കൂ. ഈ കഅബാലയത്തിൽ നാം കാണുന്ന ഓരോ ഭാഗങ്ങളും പ്രത്യേകമായി നമ്മൾ മനസ്സിലാക്കിയിരിക്കണം. വളരെ സൂക്ഷ്മമായി ശ്രദ്ധിച്ച് നിങ്ങൾ ഓരോരുത്തരും ഇങ്ങോട്ട് നോക്കണം. എങ്കിൽ മാത്രമേ അവിടെ ചെന്നെത്തി അമൽ നിങ്ങൾക്ക് കൃത്യമായി നിർവഹിക്കാൻ കഴിയും. ആദ്യമായി ഹറമിലെത്തുന്ന ഒരു ഹാജിയെ സംബന്ധിച്ചിടത്തോളം അയാൾ വിശുദ്ധ കഅബാലയത്തെ ശരിക്കും പരിചയപ്പെടാതെ അവിടെ എത്തിപ്പെട്ടാൽ അയാൾക്ക് ഒരു അന്ധാളിപ്പ് അനുഭവപ്പെടും. അതുകൊണ്ട് തന്നെ നിങ്ങൾ ഇവിടെ നിന്ന് പോകുമ്പോൾ തന്നെ ഇതിനെക്കുറിച്ച് വ്യക്തമായ രൂപം നിങ്ങൾക്ക് ലഭ്യമാക്കാനാണ് ഇത്രയും അത്യന്താധുനിക സംവിധാനങ്ങൾ വെച്ചുകൊണ്ട് ഇത് പഠിപ്പിക്കുന്നത്. ഇത് വളരെ ഉപകാരപ്രദമാകണം എന്ന ഒരു നിയത്ത് മാത്രമാണ് നമുക്കിതിലുള്ളത്. ഇന്ന് എത്തി നിൽക്കുന്ന വിശുദ്ധ കഅബാലയം എന്ന് പറയുന്നത് ഏകദേശം 12 മീറ്റർ നീളവും 10 മീറ്റർ വീതിയും 15 മീറ്റർ ഉയരവുമുള്ള ഒരു കെട്ടിടമാണ്. ആ കെട്ടിടത്തിന് ആകെയുള്ളത് ഒരു വാതിലാണ്. കിഴക്ക് വശത്ത് ഒരു വാതിൽ. കഅബാലയത്തിന്റെ വാതിൽ ശ്രദ്ധിക്കൂ, അതാണ് കഅബാലയത്തിന്റെ വാതിൽ. കിഴക്ക് വശത്ത് ഒരു വാതിൽ മാത്രമാണ് കഅബാലയത്തിനുള്ളത്. ഏകദേശം 2 മീറ്റർ ഉയരത്തിലാണ് കഅബയുടെ ഏകവാതിൽ. അത് കഅബയുടെ ഏത് വശത്താണെന്ന് വ്യക്തമായി മനസ്സിലാക്കണം. കിഴക്ക് വശത്താണ് കഅബാലയത്തിന്റെ വാതിൽ. ശ്രദ്ധിക്കൂ, നിങ്ങൾക്ക് വ്യക്തമായി കാണാൻ കഴിയും. അതുപോലെ തന്നെ വിശുദ്ധ കഅബാലയത്തിന്റെ തെക്ക് കിഴക്ക് മൂലയിൽ വാതിലിന്റെ ഇടക്ക് ഹജറുൽ അസ്വദ് കാണുന്നു. ശ്രദ്ധിക്കൂ, ഹജറുൽ അസ്വദ്
വളരെ വ്യക്തമായി ഹജറുൽ അസ്വദ് കാണാൻ കഴിയും. കഅബാലയത്തിൽ ഏറ്റവും പ്രധാനമായ ഒന്നാണ് ഹജറുൽ അസ്വദ്. പ്രത്യേകിച്ച് തവാഫ് ആരംഭിക്കേണ്ടത് അവിടെ നിന്നാണ്. ആ ഹജറുൽ അസ്വദ് കൃത്യമായി ഇതാ കാണുന്നു. ഹജറുൽ അസ്വദിനും വാതിലിനും ഇടക്കുള്ള ഈ ഭാഗം നോക്കൂ. ഹജറുൽ അസ്വദിന്റെയും വാതിലിന്റെയും ഇടക്കുള്ള ഭാഗം ശ്രദ്ധിക്കുന്നില്ലേ? ഈ ഭാഗമാണ് മുൽത്തസം. ആ ഭാഗത്താണ് ആളുകൾ ധാരാളമായി തിങ്ങിക്കൂടി നിന്നുകൊണ്ട് ദുആ ചെയ്യുന്നത്. കാരണം അവിടെ ദുആക്ക് ഉത്തരമുള്ള പ്രത്യേക പ്രദേശമാണ്. മുൽത്തസം എന്നാണ് ആ പ്രദേശത്തിന്റെ പേര്. അതാണ് മുൽത്തസം. ഇനി വിശുദ്ധ കഅബാലയത്തിൽ ഖുറൈശികൾ കഅബ നിർമ്മിക്കുന്ന സന്ദർഭത്തിൽ 9 മുഴം സ്ഥലം ഒഴിച്ചിട്ടിരുന്നു. ഹലാലായ പണം കിട്ടാത്തത് കൊണ്ട് 9 മുഴം സ്ഥലം ഒഴിച്ചിട്ടിരുന്നു. ആ പ്രദേശം ഇപ്പോൾ പ്രത്യേകമായി വളച്ചുകെട്ടി ഇതാ കാണുന്നു ഒരു വൃത്തം, ഒരു അർദ്ധവൃത്തം. ആ അർദ്ധവൃത്തത്തിന് അകത്തുള്ള പ്രദേശമാണ് ഹിജ്ർ ഇസ്മായിൽ. ഇതാണ് ഹിജ്ർ ഇസ്മായിൽ. ഈ ഹിജ്ർ ഇസ്മായിൽ എന്ന് പറയുന്ന ഈ അർദ്ധവൃത്തത്തിലുള്ള അരച്ചുമർ, അതിന്റെ ഉൾഭാഗത്തുള്ള ഭാഗം, അത് കഅബയിൽ പെട്ടതാണ്. അതുകൊണ്ട് ആ ഭാഗം പ്രത്യേകം ശ്രദ്ധിക്കണം. അത് കഅബയാണ്. ഹിജ്ർ ഇസ്മായിലിന്റെ ഉള്ളിൽ ഒരാൾ കയറിയാൽ കഅബയുടെ ഉള്ളിൽ കയറിയതുപോലെയാണ് എന്നർത്ഥം. ഹിജ്ർ ഇസ്മായിൽ വ്യക്തമായി കാണുന്നുണ്ടല്ലോ. ഹിജ്ർ ഇസ്മായിലേക്ക് കയറുവാനും അപ്പുറത്തേക്ക് ഇറങ്ങുവാനും ഒരു വിടവ് ഇവിടെ കഅബയും ഈ ചുമരുമായി ഒരു ഒഴിവിട്ട ഭാഗം നിങ്ങൾക്ക് കാണാൻ കഴിയും. അതാണ് ഹിജ്ർ ഇസ്മായിൽ. ഇനി കഅബയുടെ 4 ഭാഗങ്ങൾ നമുക്ക് പരിശോധിക്കാം. 4 മൂലകൾ. കഅബയുടെ വടക്കു കിഴക്ക് ഭാഗം. വടക്കു കിഴക്ക് ഭാഗം എന്ന് പറയുമ്പോൾ നാം തവാഫ് ചെയ്യുന്ന രീതിയിൽ ഹജറുൽ അസ്വദിൽ നിന്ന് തുടങ്ങി നാം മുന്നോട്ട് നടക്കുമ്പോൾ ഹജറുൽ അസ്വദിന്റെ മൂല കഴിഞ്ഞാൽ പിന്നീട് കിട്ടുന്ന ആദ്യത്തെ മൂല, അതാണ് റുക്നുൽ ഇറാഖി. ഈ മൂലക്കാണ് റുക്നുൽ ഇറാഖി എന്ന് പറയുന്നത്. റുക്നുൽ ഇറാഖി കഴിഞ്ഞാൽ പിന്നീട് കിട്ടുന്ന മൂല വടക്ക് പടിഞ്ഞാറ് മൂല, അത് റുക്നു ഷാമി. അത് കഴിഞ്ഞാൽ പിന്നെ ഹജറുൽ അസ്വദിലേക്ക് എത്തുന്നതിന്റെ മുമ്പുള്ള ആ മൂല, അത് റുക്നുൽ യമാനി അഥവാ തെക്ക് പടിഞ്ഞാറേ മൂല, റുക്നുൽ യമാനി. ഈ 3 മൂലകൾ. ഹജറുൽ അസ്വദ് നിൽക്കുന്ന മൂലക്ക് റുക്നുൽ ഹജർ എന്ന് തന്നെയാണ് പറയുക. ഇതാണ് കഅബയുടെ 4 മൂലകൾ. അതോടൊപ്പം തന്നെ കഅബാലയത്തിൽ നമുക്ക് കാണുവാൻ കഴിയും, കഅബയുടെ മുകൾ ഭാഗത്ത് ഹിജ്ർ ഇസ്മായിലിന്റെ മുകളിൽ വെള്ളം പുറത്തേക്ക് ഒഴുകുന്നതിന് വേണ്ടി ഒരു പാത്തി വെച്ചിരിക്കുന്നു. അതാണ് മീസാബ് അഥവാ സ്വർണ്ണപ്പാത്തി. മീസാബ് എന്നാണ് അതിന് പറയുന്നത്. അതിന്റെ ചുവട്ടിൽ പ്രത്യേകമായി ദുആക്ക് ഇജാബത്തുള്ള സ്ഥലമാണ് മീസാബ്. സ്വർണ്ണപ്പാത്തിക്കാണ് മീസാബ് എന്ന് പറയുന്നത്. സ്വർണ്ണപ്പാത്തിൽ നിന്ന് വെള്ളം വീഴുക ഹിജ്ർ ഇസ്മായിലിനകത്താണ്. ഇനി ശ്രദ്ധിക്കേണ്ട മറ്റൊന്ന്, വിശുദ്ധ കഅബാലയത്തിന്റെ വാതിലിന്റെ മുൻവശത്ത് ഏകദേശം 27 മുഴം അകലെ ഒരു പ്രത്യേക ഗ്ലാസിന്റെ കൂട്ടിൽ സൂക്ഷിച്ചു വെച്ചിരിക്കുന്ന ആ പ്രധാനപ്പെട്ട വസ്തുവാണ് മഖാമു ഇബ്രാഹിം. അഥവാ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം കഅബാലയം നിർമ്മിക്കുമ്പോൾ പടവുകൾ ഉയർത്തുന്നതിന് വേണ്ടി കയറി നിന്ന ഒരു കല്ല്. ആ കല്ല് ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ആവശ്യത്തിനനുസരിച്ച് ഉയരുകയും താഴുകയും ചെയ്തിരുന്നു. ലിഫ്റ്റുകൾ കണ്ടുപിടിക്കാത്ത കാലഘട്ടത്തിൽ ഈ കല്ല് ഒരു ലിഫ്റ്റായി പ്രവർത്തിച്ചു എന്ന് ചരിത്ര ഗ്രന്ഥങ്ങളിൽ കാണുവാൻ കഴിയും. ആ വിശുദ്ധമായ കല്ലിന്മേൽ മഹാനായ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ 2 പാദങ്ങൾ കൃത്യമായി പതിഞ്ഞു കിടക്കുന്നു. ആ പാദങ്ങൾ ഈ പ്രത്യേകമായ കൂട്ടിൽ സൂക്ഷിച്ചു വെച്ചിരിക്കുന്നു. അതാണ് മഖാമ് ഇബ്രാഹിം. അതിന്റെ പിന്നിൽ നിന്നുകൊണ്ടാണ് തവാഫിന് ശേഷമുള്ള 2 റക്അത്ത് നമസ്കരിക്കേണ്ടത്. അപ്രകാരം തന്നെ ശ്രദ്ധിക്കേണ്ട മറ്റൊന്ന്, കഅബാലയത്തിന്റെ അടിത്തറയിലേക്ക് നോക്കൂ. കഅബാലയത്തിന്റെ അടിത്തറയിൽ നമുക്ക് കാണുവാൻ കഴിയും, 1 മുഴത്തിന്റെ 2 ഭാഗം തറ ഒഴിച്ചിട്ട് കൊണ്ടാണ് ബാക്കി പണിതിരിക്കുന്നത്. ഇവിടെ ഒരു ഉയർന്ന ഭാഗം ബേസ്മെന്റ്, ഏറ്റവും താഴെ നമ്മൾ പാദകം എന്നൊക്കെ പറയുന്ന ഏറ്റവും അടിയിലെ ആ തറഭാഗം കാണുന്നുണ്ടല്ലോ, അതിന് ഷാദ്രുവാൻ എന്നാണ് പേര്. അതും കഅബാലയത്തിന്റെ ഉൾഭാഗമാണ്. അതുകൊണ്ട് തന്നെ തവാഫ് ചെയ്യുമ്പോൾ ആ ഭാഗം പ്രത്യേകം ശ്രദ്ധിക്കണം. അത് തവാഫ് വിശദീകരിക്കുമ്പോൾ പറയാം. ഇതിൽ ദുആക്ക് ഉത്തരം കിട്ടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട സ്ഥലങ്ങൾ മുൽത്തസമും മീസാമും മഖാമു ഇബ്രാഹിമുമാണ്. സ്വർണ്ണപ്പാത്തി, മഖാമു ഇബ്രാഹിം, അതുപോലെ മുൽത്തസം. ഇത് 3ഉം പ്രത്യേകം മനസ്സിലാക്കണം. അതോടൊപ്പം ഒരു പൊതുവിവരം നമുക്കുണ്ടായിരിക്കണം. നമ്മൾ അവിടെ പോകുന്നത് പ്രാർത്ഥിച്ച് പുണ്യം നേടുവാനും സ്വർഗം നേടുവാനുമാണ്. അതുകൊണ്ട് തന്നെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം കിട്ടുന്ന സ്ഥലങ്ങളും സന്ദർഭങ്ങളുമായി 15 എണ്ണം കൃത്യമായി കിതാബുകളിൽ രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട്. അത് ഓരോന്നും ശരിക്കും ശ്രദ്ധിക്കുക. അത് നിങ്ങൾക്ക് കാണുവാൻ കഴിയും. ഈ ദൃശ്യത്തിൽ നിങ്ങൾ നോക്കൂ. ഒന്നാമത്തേത് തവാഫ് ചെയ്യുന്ന സന്ദർഭത്തിൽ നോക്കൂ. തവാഫ്, ഈ തവാഫ് ചെയ്യുന്ന സന്ദർഭത്തിൽ നാം അള്ളാഹുവിനോട് എന്ത് ചോദിച്ചാലും ശരി, അള്ളാഹു ഉത്തരം നൽകും. നിങ്ങൾ മലയാളത്തിൽ ചോദിച്ചോളൂ, അറബിയിൽ ചോദിക്കണമെന്ന് നിർബന്ധമില്ല. അള്ളാഹുവിനോട് നിങ്ങൾ ഈ സന്ദർഭത്തിൽ ഇതാ, ഈ സാധുക്കളായ മനുഷ്യർ തവാഫ് ചെയ്യുന്നത് നോക്കൂ. നിങ്ങൾ ഇതിൽ സമ്പന്നരുണ്ടാകാം, ദരിദ്രരുണ്ടാകാം, വലിയ വലിയ പണ്ഡിതന്മാരുണ്ടാകാം, പാമരന്മാരുണ്ടാകാം. ഇഖ്ലാസോടെ കൂടി ചെയ്യുന്ന ഈ പ്രവർത്തനത്തിൽ വെച്ചുകൊണ്ട് തവാഫിന്റെ സന്ദർഭത്തിൽ റബ്ബ്
എന്ത് ചോദിച്ചാലും ശരി ഒന്ന് ഉത്തരം കിട്ടും. രണ്ട്, നേരത്തെ ഞാൻ സൂചിപ്പിച്ച മുൽത്തസമിൽ ആളുകൾ കവിളൊട്ടിപ്പിടിച്ചുകൊണ്ട് കൈ പിടിച്ചുകൊണ്ട് ദുആ ചെയ്യുന്ന അവിടെ ചേർന്നുകൊണ്ട് ദുആ ചെയ്യുന്ന രംഗം നോക്കൂ നിങ്ങൾ. ആളുകൾ കഅബയോട് ചേർന്ന് നിന്നുകൊണ്ട് ഹജറുൽ അസ്വദിന്റെയും വാതിലിന്റെയും ഇടക്കുള്ള ഈ പ്രദേശത്ത് ഒട്ടിപ്പിടിച്ചു നിന്നുകൊണ്ട് ദുആ ചെയ്യുന്നു. അവരെ അവിടുന്ന് അടർത്തി മാറ്റാൻ ഒരു നിയമത്തിന് പോലും കഴിയില്ല. അത്രമാത്രം ദുആക്ക് ഉത്തരം കിട്ടുന്ന ഒരു പ്രദേശമാണത്. മൂന്നാമത്തേത് മീസാബ് നോക്കൂ. സ്വർണ്ണപ്പാത്തിക്ക് താഴെ കില്ല പിടിച്ചുകൊണ്ട് ആളുകൾ ദുആ ചെയ്യുന്നു. മീസാബ് അവരുടെ തലക്ക് മുകളിൽ അതാ കാണുന്നു. മീസാബ് അഥവാ സ്വർണ്ണപ്പാത്തി, താഴെ അവർ കില്ല പിടിച്ചുകൊണ്ട് ദുആ ചെയ്യുന്നു. മറ്റൊന്ന് മഖാം ഇബ്രാഹിം, മറ്റൊന്ന് സൊഫ കുന്നുകൾ. അതുപോലെ തന്നെ ആറാമത്തേത് മറുവ. സൊഫയിലും മറുവയിലും വെച്ച് നമ്മൾ ദുആ ചെയ്താൽ ഉത്തരം കിട്ടും. സൊഫയും മറുവയും നോക്കൂ, രണ്ട് സ്ഥലത്ത് വെച്ച് ദുആ ചെയ്താലും ഉത്തരം കിട്ടും. മറ്റൊന്ന് സഅയ് നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ, ഏഴാമത്തേത് സഅയ് നടത്തിക്കൊണ്ടിരിക്കുന്ന ആളുകളെ നോക്കൂ. ഇവർ ഈ സഅയ് നടക്കുമ്പോൾ എന്ത് ദുആ ചെയ്താലും ഹലാലായ ദുആ അള്ളാഹു സ്വീകരിക്കും, അവർക്ക് അള്ളാഹു ഉത്തരം നൽകും. മറ്റൊന്ന് സംസം കിണറിന്റെ സമീപം. ഇന്നൊരു പക്ഷേ നമുക്ക് സംസം കിണർ കാണാൻ കഴിയില്ല. സംസം കിണറിലേക്ക് കടന്നു ചെല്ലാൻ നേരത്തെ ഉണ്ടായിരുന്ന മാർഗം അടച്ചിരിക്കുന്നു. മഖാം ഇബ്രാഹിമിന്റെ അല്പം പുറകുവശത്ത് താഴെയാണ് ഇന്ന് നമുക്ക് സംസം കിണറെന്ന് മനസ്സിലാക്കാൻ മാത്രം കഴിയും. ആദ്യ കാലഘട്ടത്തിൽ അങ്ങോട്ട് പ്രവേശനം ഉണ്ടായിരുന്നു. ഇപ്പോൾ സംസം കിണറിന്റെ സമീപത്തേക്ക് നമുക്ക് പ്രവേശനമില്ലാത്തത് കൊണ്ട് അവിടെ പോയി ദുആ ചെയ്യാൻ കഴിയില്ല. അതോടൊപ്പം തന്നെ കഅബാലയത്തിന്റെ ഉൾഭാഗം, അത് തുറക്കുന്ന സന്ദർഭത്തിൽ മാത്രമേ അകത്ത് കയറി ദുആ ചെയ്യാൻ കഴിയൂ. കഅബയുടെ ഉൾഭാഗത്ത് ദുആക്ക് ഉത്തരം കിട്ടുന്ന സ്ഥലമാണ്. മറ്റൊന്ന് വിശുദ്ധമായ അറഫ പുണ്യഭൂമി, പത്താമത്തേത്. അറഫയിൽ വെച്ചുകൊണ്ട് ദുആ ചെയ്താൽ നിശ്ചിത ദിവസം നിശ്ചിത സമയം ദുആ ചെയ്താൽ ഉത്തരം കിട്ടും. മറ്റൊന്ന് മുസ്ദലിഫയിലും ആ സന്ദർഭത്തിൽ രാപ്പാർക്കേണ്ട സമയത്ത് ദുആ ചെയ്താൽ ഉത്തരം കിട്ടും. മറ്റൊന്ന് മിനാ പുണ്യഭൂമി, മിനയിലെ രാപ്പാർപ്പ് സമയത്ത് മിനയിൽ വെച്ചുകൊണ്ട് ദുആ ചെയ്താൽ, ഈ ടെന്റുകൾ നോക്കൂ, ഇതിനകത്തിരുന്നു കൊണ്ട് ആളുകൾ ദുആ ചെയ്യുമ്പോൾ തീർച്ചയായും അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ഭൂമിയിൽ വെച്ച് ദുആ ചെയ്താൽ ദുആ സ്വീകരിക്കും. ബാക്കി മൂന്നെണ്ണം ജംറത്തുൽ ഊല, ജംറത്തുൽ വുസ്ത, ജംറത്തുൽ അഖബ. മൂന്ന് ജംറകൾ നോക്കൂ. ഇത് ജംറത്തുൽ ഊല, ഇത് ജംറത്തുൽ വുസ്ത മധ്യത്തിലെ ജംറ, ഇത് ജംറത്തുൽ അഖബ. ഈ മൂന്ന് ജംറകൾ ഇവിടെ വെച്ചുകൊണ്ട് ആളുകൾ കല്ലെറിഞ്ഞുകൊണ്ട് ദുആ ചെയ്താൽ അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വീകരിക്കും. ഈ 15 സ്ഥലങ്ങളാണ്, ഈ 15 സന്ദർഭങ്ങളാണ് ഹജ്ജിന്റെ വേളയിൽ ദുആക്ക് ഉത്തരമുള്ള സ്ഥലങ്ങൾ. ഇത് ശരിക്കും മനസ്സിലാക്കി പരമാവധി ഉപയോഗപ്പെടുത്തിക്കൊണ്ട് പുണ്യം നേടാൻ അർഹമുർ റഹീമായ തമ്പുരാൻ നമുക്ക് തൗഫീക്ക് നൽകുമാറാവട്ടെ. ഇൻഷാ അല്ലാഹ് ഇനി നമുക്ക് തവാഫിലേക്ക് കടക്കാം. എങ്ങനെയാണ് തവാഫ് ചെയ്യേണ്ടത്? 8 നിബന്ധനകളാണ് ഇതിലുള്ളത്. വളരെ ഒറ്റ നോട്ടത്തിൽ മനസ്സിലാക്കൂ. 1 നിയ്യത്ത്, 2 ഔറത്ത് മറക്കൽ, 3 വുദൂ ഉണ്ടായിരിക്കൽ, 4 ഹജറുൽ അസ്വദിൽ നിന്ന് തുടങ്ങൽ, 5 കഅബയെ ഇടതുവശത്താക്കൽ, 6 തവാഫ് മസ്ജിദുൽ ഹറാമിലായിരിക്കൽ, 7 ശരീരം കഅബയുടെ പുറത്തായിരിക്കൽ, 8 7 തവണ പൂർത്തീകരിക്കൽ. ഇതാണ് തവാഫിന്റെ 8 നിബന്ധനകൾ. ഇനി ഓരോന്നും നമുക്ക് നോക്കാം. നിയ്യത്ത് ഓരോന്നും വിശദമായി മനസ്സിലാക്കിയിരിക്കണം. നിയ്യത്ത് നമ്മൾ ഉംറക്ക് ഇഹ്റാം ചെയ്തവരായതുകൊണ്ട് പ്രത്യേകമായി നിയ്യത്ത് ചെയ്യേണ്ടതില്ല. നിയ്യത്ത് ചെയ്യേണ്ടത് സുന്നത്തായ തവാഫിനാണ്. ഇനി ഉംറയുടെ തവാഫുകാർ നിയ്യത്ത് ചെയ്താൽ സുന്നത്തിന്റെ കൂലി കിട്ടും. എങ്ങനെയാണ് നിയ്യത്ത് ചെയ്യേണ്ടത്? ഞാൻ കഅബാലയത്തെ ഇന്ന തവാഫ് ചെയ്യുന്നു, നവൈതു തവാഫൽ ഉംറത്തി സബഅത അശ്വാത്തിൻ ലില്ലാഹി തആല, അല്ലാഹു തആലാക്ക് വേണ്ടി ഉംറയുടെ 7 തവാഫ് ചെയ്യുവാൻ ഞാൻ കരുതി. ഈ നിയ്യത്തോടു കൂടി നാം തവാഫിൽ പ്രവേശിച്ചു. രണ്ടാമത്തേത് ഔറത്ത് മറക്കൽ. മൂന്നാമത്തേത് വുദൂ ഉണ്ടായിരിക്കുക എന്ന് പറയുമ്പോൾ അശുദ്ധിയിൽ നിന്നും നജസിൽ നിന്നും ശുദ്ധിയായിരിക്കണം. നമ്മുടെ ശരീരത്തിൽ, നമ്മുടെ വസ്ത്രത്തിൽ നമ്മൾ കയ്യിൽ വെച്ചിരിക്കുന്ന, അല്ലെങ്കിൽ നാം ഒരു കുഞ്ഞിനെ ചുമന്നിരിക്കുകയാണെങ്കിൽ ആ കുഞ്ഞ് പോലും മൂത്രമൊഴിച്ച് അതിന്റെ നാപ്പി ഉപയോഗിച്ച് അല്ലെങ്കിൽ പാമ്പേഴ്സ് കെട്ടിയിട്ട് ആ കുട്ടി മൂത്രമൊഴിച്ച് ചുമലിലിരുന്നാൽ നജസിനെ ചുമന്നുകൊണ്ടായിരിക്കും നമ്മൾ തവാഫ് ചെയ്യുന്നത്. നമ്മുടെ ശരീരത്തിലോ വസ്ത്രത്തിലോ നമ്മുടെ ദേഹത്ത് എവിടെയെങ്കിലുമോ നജസ് ഉണ്ടാകാൻ പാടില്ല. നജസിൽ നിന്ന് പൂർണ്ണമായി മുക്തനായിരിക്കണം. എന്നതുപോലെ തന്നെ വുദൂ ഉണ്ടായിരിക്കണം. അവിടെ നാം ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം, സ്ത്രീകളും പുരുഷന്മാരും ഇടകലർന്നു കൊണ്ടാണല്ലോ തവാഫ് നിർവഹിക്കുന്നത്. ഈ ഇടകലർന്ന് തവാഫ് ചെയ്യുമ്പോൾ സ്ത്രീ പുരുഷ സ്പർശനം വരും. അന്യസ്ത്രീയെ തൊട്ടാൽ വുദൂ മുറിയുമെന്നാണ് ഷാഫി മദ്ഹബിന്റെ വിധി. അതുകൊണ്ട് തന്നെ സ്വാഭാവികമായും ഒരു പുരുഷൻ ഒരു സ്ത്രീയെ സ്പർശിക്കാതിരിക്കാൻ സാധ്യത വളരെ കുറവാണ്. നമ്മൾ അങ്ങോട്ട് സ്പർശിച്ചില്ലെങ്കിലും അവിചാരിതമായി വന്ന് തട്ടിയേക്കാം. എന്തു ചെയ്യും? അവിടെ വുദൂ ഉണ്ടാക്കാൻ നമ്മൾ പോവുകയാണെങ്കിൽ അതിന് മാത്രമേ സമയമുണ്ടാകൂ, തവാഫ് പൂർത്തിയാക്കാൻ കഴിയില്ല. അത്തരം വേളകളിൽ 2 മാർഗമാണ് സ്വീകരിക്കേണ്ടത്. 1, ഷാഫി മദ്ഹബ് തന്നെ നിർബന്ധമായി നമ്മൾ മുറുകെ പിടിക്കുന്നുവെങ്കിൽ ഷാഫി മദ്ഹബിൽ ഒരു അഭിപ്രായമുണ്ട്,
സ്പർശന വിധേയനായവന്റെ ഉദൂ മുറിയില്ല. നമ്മളെ ഒരാൾ സ്പർശിച്ചു, സ്പർശിക്കപ്പെട്ടു എന്നർത്ഥം. എന്നെ ഒരു സ്ത്രീ തൊട്ടാൽ എന്റെ ഉദൂ മുറിയില്ല, തൊട്ടവളുടെ ഉദൂ മുറിയും. ഞാൻ ആരെയും സ്പർശിക്കില്ല എന്ന ആ സൂക്ഷ്മതയോടുകൂടി ഒരാളെയും സ്പർശിക്കാതെ നാം തവാഫിൽ മാത്രം ശ്രദ്ധ കേന്ദ്രീകരിച്ച് മുന്നോട്ട് പോവുക. മറ്റൊരാൾ നമ്മെ സ്പർശിച്ചുവെങ്കിൽ അവരുടെ ഉദൂ മുറിയട്ടെ, നമ്മുടേത് മുറിയില്ല. ഇതല്ലെങ്കിൽ ഹനഫി മദ്ഹബ് അനുസരിച്ചുകൊണ്ട് ഉദൂ എടുക്കുക. ഹനഫി മദ്ഹബ് അനുസരിച്ചുകൊണ്ട് ഉദൂ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഹനഫി മദ്ഹബ് അനുസരിച്ച് ഒരാൾ ഉദൂ ചെയ്യുകയാണെങ്കിൽ ഹനഫി മദ്ഹബിൽ തലയുടെ 1/4 ഭാഗമെങ്കിലും തടയൽ നിർബന്ധമാണ്. ആ രീതിയിൽ തല തടഞ്ഞിരിക്കണം. ബാക്കി, ഉദാഹരണമായി ഷാഫി മദ്ഹബിൽ ഉദൂ എടുക്കുന്ന എല്ലാ സുന്നത്തുകളും പൂർണ്ണമായി പാലിച്ചുകൊണ്ട് ഉദൂ എടുത്താൽ ഹനഫി മദ്ഹബിൽ ഉദൂ ആകും. നിയ്യത്ത് ഹനഫി മദ്ഹബിൽ ഉദൂ ചെയ്യുന്നു എന്ന് കരുതുക. പക്ഷെ പിന്നെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ചലമോ രക്തമോ പുറപ്പെടുക, വായ് നിറയെ ഛർദ്ദിക്കുക, ഇങ്ങനെയുള്ള അവസരങ്ങളിൽ ഇതുകൊണ്ട് ഉദൂ മുറിയും. ഷാഫി മദ്ഹബിൽ ഉദൂ മുറിയില്ലെങ്കിലും ഹനഫി മദ്ഹബിൽ ഉദൂ മുറിയും. ഹനഫിയിൽ എടുത്ത ഉദൂ ഈ കാരണങ്ങൾ കൊണ്ട് മുറിയും എന്ന ബോധവും കൂടി നമുക്കുണ്ടായിരിക്കണം. ഹനഫി മദ്ഹബിൽ ഉദൂ എടുത്താൽ ഭാര്യയെ കൈപിടിക്കാം, അന്യസ്ത്രീകളെ സ്പർശിച്ചതുകൊണ്ട് ഉദൂ മുറിയില്ല. ആ കാര്യം സൂക്ഷ്മതയോടുകൂടി നമ്മൾ നിർവഹിക്കണം. ഒന്നുകിൽ ഹനഫി മദ്ഹബ് ഈ കാര്യത്തിൽ തക്ലീദ് ചെയ്യുക, പിൻപറ്റുക, അതല്ലെങ്കിൽ ഷാഫി മദ്ഹബ് അനുസരിച്ചുകൊണ്ട് ഷാഫി മദ്ഹബിലെ ഈ ഖൗല് സ്പർശന വിധേയനായവന്റെ ഉദൂ മുറിയില്ല എന്ന മസ്അല പിടിച്ചുകൊണ്ട് നാം മുന്നോട്ട് പോവുക. ഇനി ഇങ്ങനെ തവാഫ് നിർവഹിച്ചു കൊണ്ടിരിക്കുമ്പോൾ മറ്റെന്തെങ്കിലും കാരണവശാൽ ഉദൂ മുറിഞ്ഞാൽ തവാഫ് അവിടെ നിർത്തിവെക്കുക. 7 ചുറ്റല്ലേ ചുറ്റേണ്ടത്? 3 ചുറ്റ് ചുറ്റിയിട്ട് അവന്റെ ഉദൂ മുറിഞ്ഞാൽ അവിടെ നിർത്തുക. ഉദൂ ചെയ്ത് തിരിച്ചു വന്ന് ബാക്കിയുള്ള ചുറ്റ് പൂർത്തീകരിക്കുക. അത് എവിടെ നിന്നാണ് നിർത്തിയതെന്ന് അറിയില്ലെങ്കിൽ ഹജറുൽ അസ്വദിന്റെ ഭാഗത്ത് നിന്ന് തന്നെ തുടങ്ങണം. 4ാമത്തെ നിബന്ധന ഹജറുൽ അസ്വദിൽ നിന്ന് തുടങ്ങൽ. ഹജറുൽ അസ്വദ് എന്ന് പറയുന്നത് സ്വർഗത്തിൽ നിന്നും ഇറക്കുമതി ചെയ്യപ്പെട്ട അള്ളാഹുവിന്റെ പരിശുദ്ധമായ ഭവനത്തിങ്കൽ തവാഫ് തുടങ്ങുന്നതിന് വേണ്ടി സ്ഥാപിച്ചിട്ടുള്ള ഒരു കല്ലാണ്. ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം കഅബ നിർമ്മിച്ചപ്പോൾ തവാഫ് ചെയ്യുന്നതിന് അടയാളം അവിടെ വെക്കണം എന്ന് അദ്ദേഹത്തിന് താല്പര്യമുണ്ടായി. അങ്ങനെ സ്വന്തം മകനോട് ഒരു കല്ല് കൊണ്ടുവരാൻ പറഞ്ഞു. അപ്പോഴേക്കും മഹാനായ ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം കൊണ്ടുവന്ന് കൊടുത്ത സ്വർഗത്തിലെ ഒരു മഹത്തരമായ കല്ലാണ് ഹജറുൽ അസ്വദ്. അത് വെളുത്തതായിരുന്നു. ഫസവ്വദതുഹു ഖതായ ബനി ആദം എന്നാണ്. ആദം സന്തതികളുടെ തെറ്റുകളെ വലിച്ചെടുത്തുകൊണ്ട് നമ്മുടെ പാപക്കറകളെ കഴുകിയെടുത്തുകൊണ്ട് ആ കല്ല് അത് പിന്നീട് അതിന്റെ നിറം മാറി എന്ന് പരിശുദ്ധമായ ദീൻ നമ്മളെ പഠിപ്പിക്കുന്നു. അപ്പോൾ ഈ ഹജറുൽ അസ്വദ്, ആ പുണ്യപ്പെട്ട കല്ല്, അതിന്റെ നേരെ ഹജറുൽ അസ്വദ് നോക്കൂ. ഹജറുൽ അസ്വദിലേക്ക് നോക്കിയാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. തവാഫ് തുടങ്ങാൻ ഹജറുൽ അസ്വദിൽ നിന്ന് നേരെ പള്ളിയിലേക്ക് നോക്കൂ. ഈ പച്ച ലൈറ്റ് നോക്കൂ, ആ പച്ച ലൈറ്റ് കാണുന്നു. ആ പച്ച ലൈറ്റ് നേരെ ഹജറുൽ അസ്വദിന്റെ നേരെയാണ്. അപ്പോൾ നാം ഹജറുൽ അസ്വദിലേക്കും ഈ പച്ച ലൈറ്റിലേക്ക് നോക്കി നിന്നാൽ നാം നിൽക്കുന്നത് ഹജറുൽ അസ്വദിന്റെ നേരെയാണ്. എല്ലാവർക്കും ഹജറുൽ അസ്വദിന്റെ തൊട്ടടുത്ത് നിൽക്കാൻ കഴിഞ്ഞു കൊള്ളണം എന്നില്ലല്ലോ. അതുകൊണ്ട് ദൂരെ നിൽക്കുന്നവൻ ഈ ലൈറ്റിലേക്ക് നോക്കണം. പള്ളിയിലുള്ള അത് മുകളിലുമുണ്ട് താഴെയുമുണ്ട്. ആ ലൈറ്റിന്റെ നേരെ നിന്നുകൊണ്ട് ഹജറുൽ അസ്വദിലേക്ക് തിരിഞ്ഞു നിന്നുകൊണ്ടാണ് തവാഫ് തുടങ്ങേണ്ടത്. രീതി പിന്നീട് പറയാം. നമ്മൾ ഇടതുവശത്താക്കുക കഅബയെ. എപ്പോഴും തവാഫ് ചെയ്യുന്നവൻ അവന്റെ ഇടതുവശത്താണ് കഅബ എന്ന് ഉറപ്പുവരുത്തണം. തിരിഞ്ഞു പോകരുത് എന്നർത്ഥം. അതിന്റെ പ്രായോഗിക രീതി പിന്നീട് പറയാം. 6ാമത്തേത് തവാഫ് മസ്ജിദുൽ ഹറാമിലായിരിക്കണം. പള്ളിയുടെ അകത്തായിരിക്കണം എന്നർത്ഥം. മസ്ജിദിന്റെ പുറത്ത് മുറ്റത്ത് തവാഫ് ചെയ്താൽ ശരിയാവില്ല. ഒന്നുകിൽ മത്താഫിൽ, അല്ലെങ്കിൽ പള്ളിയിൽ എവിടെയെങ്കിലും, അല്ലെങ്കിൽ പള്ളിയുടെ ടെറസിൽ ഏതെങ്കിലും ഭാഗത്ത് ചെയ്യാവുന്നതാണ്. പള്ളിയിലായിരിക്കണം. 7ാമത്തേത് ശരീരം മുഴുവൻ കഅബയുടെ പുറത്തായിരിക്കണം. ശരീരം മുഴുവൻ കഅബയുടെ പുറത്താവുക എന്ന് പറഞ്ഞാൽ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഹിജ്ർ ഇസ്മായിൽ അകത്തുകൂടി കയറി ഇറങ്ങാൻ പറ്റില്ല. ഹിജ്ർ ഇസ്മായിൽ നോക്കൂ, തവാഫ് ചെയ്യുമ്പോൾ ഹിജ്ർ ഇസ്മായിലേക്ക് കയറാൻ പാടില്ല. ഇവിടെ നോക്കൂ നിങ്ങൾ, ഈ ഹിജ്ർ ഇസ്മായിലിന്റെ ഈ ചുമര് കണ്ടല്ലോ. ഈ ചുമർ, ഈ അരച്ചുമരിന്മേൽ സ്പർശിച്ചുകൊണ്ട് തവാഫ് ചെയ്താൽ ശരിയാവില്ല. കാരണം എന്തുകൊണ്ട്? വളരെ ശ്രദ്ധിക്കണം. ഇതിനാണ് നേരത്തെ ഇത് പഠിപ്പിച്ചത്. ഇതിന്റെ ചിത്രം നേരത്തെ കാണിച്ചത് അതിനാണ്. ഈ ഹിജ്ർ ഇസ്മായിൽ കഅബയിൽ പെട്ടതായതുകൊണ്ട് ഒരാൾ തവാഫ് ചെയ്യുമ്പോൾ കൈ ഈ അരച്ചുമരിന്മേൽ ഇങ്ങനെ വെച്ചുകൊണ്ടുപോയി. നല്ല സൗകര്യമാണ് അങ്ങനെ നടക്കാൻ. കൈ വെച്ചാൽ അവന്റെ കൈ കഅബയിലായി എന്നതുകൊണ്ട് ശരീരം കഅബയുടെ പുറത്താകണം എന്ന നിബന്ധന പാലിക്കാൻ കഴിയാത്തത് കൊണ്ട് തവാഫ് ബാത്തിലാവും. അതുകൊണ്ട് ഹിജ്ർ ഇസ്മായിൽ കയറാനോ ഹിജ്ർ ഇസ്മായിലിന്മേൽ കൈവെക്കാനോ പാടില്ല. എന്നതുപോലെ തന്നെ നോക്കൂ, ബേസ് ഷാദിർവാൻ, തറ, ഈ ഷാദിർവാൻ കഅബയിൽപ്പെട്ടതാണ്. കാലുകൊണ്ട് അതിന്മേൽ ചവിട്ടരുത്. കില്ല പിടിക്കാൻ പോകരുത്. കില്ല പിടിക്കുമ്പോൾ ഷാദിർവാന്റെയും അഥവാ തറയുടെയും ഉള്ളിലേക്ക് കൈ വന്നു. വിശുദ്ധ കഅബാലയത്തിന്റെ അകത്തായി ശരീരം കഅബക്ക് പുറത്താകണം. അതേസമയം ഒരാൾക്ക് അത്തരം പ്രവർത്തനങ്ങളൊക്കെ ചെയ്യുവാനും ഹിജ്റിൽ കയറി ദുആ ചെയ്യാനും തവാഫ് കഴിഞ്ഞതിന് ശേഷമോ മറ്റോ അവസരം ഉണ്ടാക്കലാണ് ഏറ്റവും നല്ലത്. അങ്ങനെ ശരീരം മുഴുവൻ കഅബയുടെ പുറത്തായിരിക്കണം. അപ്രകാരം തന്നെ 8ാമത്തെ നിബന്ധന 7 തവണ പൂർത്തിയാക്കണം. 6 തവണ 5 തവണ ഇതൊന്നും ചെയ്താൽ തവാഫ് ആകില്ല.
ഒരാൾ 4 or 5 തവണ ചെയ്ത് നിർത്തി പുറത്തു പോയി പിന്നെ വന്ന് ബാക്കി പൂർത്തീകരിച്ചാലും അതോട് കൂട്ടിച്ചേർത്തുകൊണ്ട് 7 പൂർത്തിയായാൽ തവാഫായി പരിഗണിക്കും. പക്ഷെ സുന്നത്ത് നഷ്ടപ്പെടും എന്ന് മാത്രം. ഇതാണ് തവാഫിന്റെ നിബന്ധനകൾ. നോക്കൂ, എന്തൊക്കെയാണ് സുന്നത്തുകൾ? 1, നടക്കാൻ കഴിയുന്നവർ നടക്കലാ സുന്നത്ത്. നടക്കാൻ കഴിയുന്നവൻ തന്നെ വീൽ ചെയറിൽ പോയാലും തവാഫ് സ്വഹീഹാകും. നടക്കൽ സുന്നത്തേ ഉള്ളൂ, വീൽ ചെയറിലാവാം, എന്നാൽ നടക്കൽ സുന്നത്താണ്. 2, ശേഷം സഅയുള്ള തവാഫിൽ പുരുഷന്മാർ ഇൽത്തിബാഅ് ചെയ്യുക. ഇൽത്തിബാഅ് ചെയ്യുക എന്നാൽ അതെങ്ങനെയാണ്? അതിന് വളരെ വ്യക്തമായി ഇമാം ഗസാലി റഹ്മഹുല്ലാ ഇഹ്യയിൽ ഒരു നിർവചനം വളരെ മനോഹരമായി നമുക്ക് മനസ്സിലാക്കി തന്നിട്ടുണ്ട്. വഹുവ ഐ യജ്അല വസ്ത റിദാഇഹി തഹത ഇബ്തിഹിൽ യുംന, അവന്റെ മുണ്ടിന്റെ മധ്യഭാഗം വലതുഭാഗത്തെ കക്ഷത്തിന് താഴെ വെക്കുക. എന്നിട്ടോ വയജ്മഅ തറഫൈഹി അലാ മൻകിബിഹിൽ ഐസർ, ആ മുണ്ടിന്റെ 2 അറ്റങ്ങളും ഇടത്തെ ചുമലിലേക്ക് വെക്കുക. മുണ്ടിന്റെ മധ്യഭാഗം വലതു കക്ഷത്തിന്റെ കീഴിൽ വെച്ച് മുണ്ടിന്റെ 2 ഭാഗവും 2 തലയും ഇടത്തെ ചുമലിൽ ഒരുമിച്ച് നിർത്തുക. ഇതാണ് ഇൽത്തിബാഅ്. അങ്ങനെ ചെയ്യുന്നത് ശേഷം സഅയുള്ള തവാഫിൽ, നമ്മൾ ഉംറക്കാണല്ലോ, തവാഫ് കഴിഞ്ഞാൽ സഅി ഉണ്ടല്ലോ, അപ്പോൾ നാം ഈ ഇൽത്തിബാഅ് ചെയ്യൽ സുന്നത്താണ്. ഇത് പുരുഷന്മാർക്ക് മാത്രമേ സുന്നത്തുള്ളൂ, സ്ത്രീകൾക്ക് സുന്നത്തില്ല. 3, ശേഷം സഅയുള്ള തവാഫിൽ, അഥവാ ഇപ്പോൾ പറഞ്ഞതുപോലെ തന്നെ പുരുഷന്മാർ ആദ്യത്തെ 3 ചുറ്റിൽ റമൽ നടത്തം നടക്കുക. റമൽ നടത്തം, റംലല്ല, റമൽ. റമൽ നടത്തം എന്ന് പറഞ്ഞാൽ എന്താണ്? വഹുവ അൽ ഇസ്റാഉ ഫിൽ മശി, നടത്തത്തിന്റെ വേഗത ഒന്ന് കൂട്ടുക. മഅ തഖാറുബിൽ ഖുതാ, കാലടികൾ അടുത്ത് വെച്ചുകൊണ്ട് ഒരു പട്ടാളച്ചിട്ടയോട് കൂടി ഒരു മാർച്ച്. എങ്ങനെ? ദൂനൽ വുസൂബി വൽ അദ്വി, ചാട്ടവുമല്ല ഓട്ടവുമല്ല. വയുഖാലു ലഹു അൽ ഖബബു, ഇതിന് ഖബബ് എന്നും പേരുണ്ട്. ഈലാഖിൽ ബഹുമാനപ്പെട്ട ഇമാം നവവി തങ്ങൾ ഉദ്ധരിച്ച ഭാഗമാണ് ഞാൻ എടുത്തു പറഞ്ഞത്. 4ാമത്തെ സുന്നത്ത് ഹജറുൽ അസ്വദ് ചുംബിക്കൽ. തവാഫ് തുടങ്ങുമ്പോഴും ഓരോ ചുറ്റിലും ചുംബിക്കൽ സുന്നത്താണ്. സാധിക്കുമെങ്കിൽ ചെയ്യാം. ചുംബിക്കാൻ കഴിയുന്നില്ലെങ്കിൽ തൊട്ടുമുത്തുക. തൊട്ടുമുത്താനും കഴിയുന്നില്ലെങ്കിലോ ഏതെങ്കിലും ഒരു സാധനം കൊണ്ട് സ്പർശിച്ചിട്ട് മുത്താം. അതിനും കഴിയില്ലെങ്കിൽ ആംഗ്യം കാണിക്കുക. ദൂരെ നിന്ന് തൊട്ടുമുത്തുന്നത് പോലെ ആംഗ്യം കാണിക്കുക. ഇതാണ് ഹജറുൽ അസ്വദ് ചുംബിക്കൽ. 5ാമത്തേത് റുക്നുൽ യമാനി, തൊട്ടുമുത്തൽ. റുക്നുൽ യമാനി ഏതാണെന്ന് നേരത്തെ കാണിച്ചല്ലോ. ഒന്നുകൂടി നോക്കൂ, ഇതാണ് റുക്നുൽ യമാനി. തവാഫ് തുടങ്ങി 1ാമത്തെ മൂല കഴിഞ്ഞ് 2ാമത്തെ മൂല കഴിഞ്ഞ് 3ാമത്തെ മൂലയിലെത്തി. ഈ 3ാമത്തെ മൂലയാണ് റുക്നുൽ യമാനി. അവിടെ ഒരു അടയാളം വെച്ചിട്ടുണ്ടാവും. ആ റുക്നുൽ യമാനി ചുംബിക്കൽ സുന്നത്തില്ല, ചുംബിക്കരുത്, തൊട്ടുമുത്തൽ മാത്രം. തൊട്ടുമുത്താൻ കയ്യെത്തുന്നില്ലെങ്കിലോ ആംഗ്യം കാണിച്ചു മുത്തുക. ഇതാണ് റുക്നുൽ യമാനി, തൊട്ടുമുത്തൽ. 6ാമത്തേത് പുരുഷന്മാർ അടുത്തും സ്ത്രീകൾ അകന്നും. പുരുഷന്മാർ പരമാവധി കഅബയോടടുത്ത്, സ്ത്രീകൾ അകന്ന് മത്താഫിൽ അങ്ങനെ തവാഫ് ചെയ്യലാണ് സുന്നത്ത്. ഇന്ന് അതൊന്നും പലരും പാലിക്കുന്നില്ല. മറ്റൊരു സുന്നത്ത് തുടർച്ചയായി ചെയ്യുക എന്നാൽ തവാഫ് തുടങ്ങിക്കഴിഞ്ഞാൽ 7 പൂർത്തീകരിച്ച ശേഷമേ അവസാനിപ്പിക്കാവൂ. അതേസമയത്ത് ഒരാൾ 3 കഴിഞ്ഞ് വിശ്രമിച്ചു, അല്ലെങ്കിൽ 2 കഴിഞ്ഞ് ഉദവും കഴിഞ്ഞ് ചിലപ്പോൾ പുറത്തു പോയി, കുഴപ്പമൊന്നുമില്ല. ഒന്നിച്ചങ്ങ് ചെയ്യലാണ് സുന്നത്ത്. 8ാമത്തേത് അടുത്തത് ദുആ വർദ്ധിപ്പിക്കുക. ഓരോ തവാഫിലും ഓരോ തൗഫത്തിനും പ്രത്യേക ദുആകളുണ്ട്. നിങ്ങളുടെ കയ്യിലുള്ള മനാസിക്കിൽ നിങ്ങൾക്ക് കാണാൻ കഴിയും. ഒരാൾ തുടങ്ങുമ്പോൾ തന്നെ അല്ലാഹുമ്മ ഈമാനം ബിക വ തസ്ദീഖൻ ബി കിതാബിക വ വഫാഅൻ ബി അഹദിക വ ഇത്തിബാഅൻ ലി സുന്നത്തി നബിയിക എന്ന് പറഞ്ഞുകൊണ്ട് അങ്ങ് ആത്മാർത്ഥമായി ദുആ ചെയ്തുകൊണ്ട് എന്ത് ചോദിച്ചാലും ഉത്തരം കിട്ടുമെന്നാണല്ലോ. അതറിയാത്തവൻ മലയാളത്തിൽ ഒന്നും അറിയാത്തവൻ വിശുദ്ധ ഖുർആൻ ഓതട്ടെ. അത് ദിക്റാണല്ലോ, അഫ്ദൽ ദിക്റാണല്ലോ ഖുർആൻ ഓതിയാലും അതിന്റെ പ്രതിഫലം കിട്ടും. അതുപോലെ ഭക്തി, വിനയം എന്നിവ കാത്തു സൂക്ഷിക്കുക. സർവോപരി മനോനിയന്ത്രണം. കാരണം സ്ത്രീയും പുരുഷനും ഇങ്ങനെ തമ്മിൽ ചേർന്ന് കൊണ്ടാണ് ഉദൂ മുറിയത്തക്ക വിധം ഷാഫി മദ്ഹബ് അനുസരിച്ച്, അല്ലെങ്കിൽ സാധാരണഗതിയിൽ സ്ത്രീയും പുരുഷനും തമ്മിൽ സ്പർശിച്ചുകൊണ്ട് തവാഫ് ചെയ്യേണ്ടി വരും. ചിലപ്പോ ഹജറുൽ അസ്വദിന്റെ ഭാഗത്ത് തുടങ്ങുന്നിടത്ത് ജാമാവുമ്പോൾ സ്ത്രീയും പുരുഷനും സ്പർശിച്ച് സമ്മർദ്ദത്തിൽ വരും. അങ്ങനെ വരുമ്പോൾ പോലും ഒരിക്കലും നമ്മുടെ മനസ്സിന്റെ നിയന്ത്രണം അപകടത്തിലേക്ക് പോകരുത്. ഇസ്ലാം അനുവദിക്കാത്തൊരു ചിന്ത പോലും അവന്റെ മനസ്സിലേക്ക് കടന്നു കയറരുത്. കാരണം അള്ളാഹുവിന്റെ വിശുദ്ധ കഅബാലയമാണ്. അവിടെ വെച്ചുകൊണ്ട് തെറ്റിന്റെ ചിന്ത മനസ്സിൽ വന്നാൽ ഹജ്ജിന്റെ പുണ്യത്തിന് വേണ്ടി പോയി അപകടം വാങ്ങി തിരിച്ചു വരേണ്ടി വരും. അള്ളാഹു കാത്തുരക്ഷിക്കുമാറാവട്ടെ. എന്നതുപോലെ തന്നെ അവൻ ആരെയും ഉപദ്രവിക്കാൻ പാടില്ല. ഹജറുൽ അസ്വദ് മുത്തുന്നതിന് വേണ്ടി ഒരു ബലഹീനനായ മനുഷ്യനെ നമ്മൾ ദ്രോഹിച്ചു എന്നിരിക്കട്ടെ, അയാളെങ്ങാനും പടച്ച റബ്ബിനോട് ദുആ ചെയ്താൽ, റബ്ബേ എനിക്ക് നീ ആരോഗ്യം തരാത്തത് കൊണ്ടല്ലേ, അവനെ നീ പിടിക്കണേ എന്ന് പറഞ്ഞാൽ, നമ്മൾ ഹജർ മുത്താൻ വേണ്ടി ചെയ്ത ഈ പ്രവർത്തനം കാലാകാലവും ഖേദത്തിന് വിധേയനാക്കും നമ്മളെ. അതുകൊണ്ട് ഒരു മനുഷ്യനെ പോലും ദ്രോഹിക്കരുത്. അതിന് പറ്റിയ സമയവും സന്ദർഭവും നോക്കി നമുക്ക് ചെന്ന് ഹജറുൽ അസ്വദ് മുത്താം. ഒരാളെയും മത്താഫിൽ വെച്ചുകൊണ്ട് നമ്മുടെ കാര്യം പെട്ടെന്ന് നിർവഹിക്കാൻ, നമുക്ക് വേഗം തവാഫ് ചെയ്യാൻ തിരക്കി പോകരുത്.
അതോടുകൂടി അള്ളാഹുവിന്റെ അടിമകളിൽപ്പെട്ട ഒരു മനുഷ്യന് നിങ്ങൾ അവിടെ ദ്രോഹം ചെയ്യരുത്. കാരണം ആരൊക്കെയാണ് തവാഫ് ചെയ്യുന്നത് എന്ന് നമുക്കറിയുമോ? ആ വേഷം കണ്ടാൽ അവരുടെ മഹത്വം നമുക്ക് മനസ്സിലാവില്ല. അതുകൊണ്ട് അള്ളാഹുവിന്റെ മലക്കുകളുടെ സാന്നിധ്യം അവിടെ ഉണ്ടാവും. ആരെയും വെറുപ്പിക്കരുത്. അപ്രകാരം തന്നെ നാം തവാഫ് കഴിഞ്ഞതിന് ശേഷം 2 റക്അത്ത് സുന്നത്ത് നമസ്കരിക്കൽ വളരെ പ്രധാനമാണ്. നമ്മുടെ മദ്ഹബ് അനുസരിച്ച് തവാഫിന്റെ ശേഷമുള്ള ഈ 2 റക്അത്ത് നമസ്കാരം സുന്നത്താണ്. എങ്ങനെയാണ് അതിന്റെ രീതി? നിയ്യത്ത്, ഞാൻ തവാഫിന്റെ 2 റക്അത്ത് നമസ്കാരം നിർവഹിക്കുന്നു. എന്നിട്ട് സാധാരണ നിസ്കരിക്കുന്നത് പോലെ 1-ാമത്തെ റക്അത്തിൽ ഫാത്തിഹയ്ക്ക് ശേഷം ഖുൽ യാ അയ്യുഹൽ കാഫിറൂൻ, 2-ാമത്തെ റക്അത്തിൽ ഫാത്തിഹയ്ക്ക് ശേഷം ഖുൽ ഹുവല്ലാഹു അഹദ്, സലാം വീട്ടുക, ദുആ ചെയ്യുക. ഇങ്ങനെയാണ് അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമ്മളെ പഠിപ്പിച്ചിട്ടുള്ളത്. നമ്മൾ ഹറമിലെത്തി, കഅബ കണ്ടു, തൽബിയത്തോടു കൂടി വരുന്നു ലബ്ബൈക് അല്ലാഹുമ്മ ലബ്ബൈക്. ഈ തൽബിയത്ത് ചൊല്ലി വന്നു. തവാഫ് തുടങ്ങുന്നതോടുകൂടി തൽബിയത്ത് നിർത്തണം. തവാഫ് തുടങ്ങാൻ വേണ്ടി ആദ്യം നാം എന്ത് ചെയ്യുന്നു? ഹജറുൽ അസ്വദ് എവിടെയാണെന്ന് നോക്കുന്നു. നോക്കൂ, ഹജറുൽ അസ്വദ് ലൈറ്റിലേക്ക് നോക്കൂ. ഇതിന്റെ മധ്യത്തിൽ നമ്മൾ നിന്നു. അങ്ങനെ നാം ശരീരത്തിന്റെ ഭൂരിഭാഗവും ഹജറുൽ അസ്വദിന്റെ ഇടത്ത് വശത്താക്കി നിർത്തി. നമ്മുടെ വലഭാഗം ഹജറുൽ അസ്വദിന്റെ നേരെ നിൽക്കുന്നു. നമ്മുടെ ഈ വലത്തെ ചുമൽ ഹജറുൽ അസ്വദിന്റെ നേരെ നിൽക്കുന്നു. അങ്ങനെ ഹജറിലേക്ക് നോക്കി. നവൈത്തു തവാഫൽ ഉംറത്തി സബഅത അശ്വാത്തിൻ ലില്ലാഹി തആല. നമ്മൾ ഹജറുൽ അസ്വദിലേക്ക് തിരിഞ്ഞു നിൽക്കുന്നു. തിരിഞ്ഞു നിന്നുകൊണ്ട് നമ്മൾ പറയുന്നു, ഞാൻ ഉംറയുടെ 7 തൗഫത്ത് അഥവാ തവാഫ് അല്ലാഹു തആലക്ക് വേണ്ടി നിർവഹിക്കുന്നു. ബിസ്മില്ലാഹി അല്ലാഹു അക്ബർ. കഅബയെ തൊട്ടുമുത്തുന്നതിന് പകരം ആംഗ്യം കാണിച്ചു മുത്തി. എന്നിട്ട് ഉടനെ തന്നെ തിരിഞ്ഞു നേരെ നിന്നു. കഅബയെ ഇടതുവശത്താക്കി നിന്നു. ഇടതുവശത്താക്കി നിന്നതിന് ശേഷമേ നടക്കാവൂ. ഇടതുവശത്താക്കി നിൽക്കുമ്പോൾ സൂക്ഷ്മതക്ക് വേണമെങ്കിൽ അല്പം ഇപ്പുറത്ത് നിന്ന് തുടങ്ങാം. അങ്ങനെ അല്പം മുമ്പിൽ നിന്ന് തുടങ്ങി അങ്ങനെ ഇടതുവശത്തായിക്കൊണ്ട് നമ്മൾ നടന്നു തുടങ്ങുക. അങ്ങനെ ഇടതുവശത്തായി നാം നടന്നു തുടങ്ങുമ്പോൾ 1-ാമത്തെ തവാഫിലെ ആ ദിക്ർ ചൊല്ലി തിരിച്ചിങ്ങനെ വന്ന് ഹജറുൽ അസ്വദിന്റെ സമീപത്തേക്ക് വീണ്ടും എത്തുമ്പോൾ ഒരു തവാഫായി. തുടങ്ങിയ ഭാഗത്ത് തിരിച്ചെത്തുമ്പോഴാണ് ഒരു തവാഫാകുന്നത്. അപ്പോഴും നാം ഹജറുൽ അസ്വദിനെ നോക്കി ബിസ്മില്ലാഹി അല്ലാഹു അക്ബർ. നേരെ തിരിഞ്ഞു നിൽക്കാൻ കഴിയുന്നില്ല തിരക്ക് കൊണ്ട്. എന്നാൽ തല തിരിച്ചുകൊണ്ട് ഇങ്ങനെ, ശരീരം തിരിയാതെ ബിസ്മില്ലാഹി അല്ലാഹു അക്ബർ. ഇനി ഒരാളെ സംബന്ധിച്ചിടത്തോളം ഈ ചുറ്റിങ്ങനെ ചുറ്റുന്നതിനിടക്ക് ശരീരം ഇടതുവശത്ത് കഅബ ഇടതുവശത്താകൽ, ശരീരത്തിന്റെ ഇടതുവശത്ത് കഅബ വരൽ നിർബന്ധമാണല്ലോ. തിരക്കിൽപ്പെട്ട ഒരാൾ തിരിഞ്ഞുപോയി, എന്തു ചെയ്യും? അവന്റെ ശരീരത്തിന്റെ ഏതൊക്കെയോ ഭാഗങ്ങൾ കഅബയിൽ വന്നുപോയി. നെഞ്ച് കഅബയെ നേരിട്ടു, അല്ലെങ്കിൽ പുറം നേരിട്ടു. എന്തു ചെയ്യും? അവൻ ചെയ്യേണ്ടത്, ഒന്നുകിൽ അവന് സാധ്യമെങ്കിൽ അവനിങ്ങനെ നടന്നു വരുമ്പോൾ ഈ സ്ഥലത്തെത്തിയപ്പോൾ, ഉദാഹരണമായി ഇവിടെ എത്തിയപ്പോൾ അവൻ തിരിഞ്ഞുപോയി എങ്കിൽ അല്പം പുറകോട്ടെന്ന് ആ സ്ഥലവും കൂടി ഇടതുവശത്താക്കി മുന്നോട്ട് നടക്കുക. പുറകോട്ട് വരാൻ തിരക്ക് കൊണ്ട് സാധിക്കുന്നില്ലേ? അവൻ എത്ര സ്ഥലമാണോ ഈ ഇടതുവശം നേരിടാതെ പോയത് അത് ബാത്തിലാണ്. അതുകൊണ്ട് ആ ഒരു ചുറ്റ് ഒഴിവാക്കി വെറുതെ ചുറ്റി ഇങ്ങനെ വരിക. ചുറ്റി വന്ന് ബാക്കി ഹജറുൽ അസ്വദിന്റെ അവിടെ നിന്ന് ഒരു ചുറ്റ് പിന്നെയും തുടങ്ങുക. ഇത് തന്നെ. ഇനി ഒരാൾക്ക് വുളൂ മുറിഞ്ഞു, 3 ചുറ്റിങ്ങനെ ചുറ്റിക്കൊണ്ടിരിക്കുന്നു, വുളൂ മുറിഞ്ഞു. 3-ാമത്തെ ചുറ്റിൽ എവിടെ വെച്ച് മുറിഞ്ഞാലും ശരി ആ സ്ഥലം മനസ്സിലാക്കി വുളൂ ചെയ്ത് വീണ്ടും അവിടെ നിന്ന് ബാക്കി പൂർത്തിയാക്കുക. അവിടെ നിന്ന് പൂർത്തിയാക്കാൻ ഏതാണ് സ്ഥലം എന്നറിയില്ലെങ്കിൽ ആ 3-ാമത്തെ ചുറ്റ് വീണ്ടും ഹജറുൽ അസ്വദിന്റെ അവിടെ നിന്ന് തുടങ്ങുക. ആദ്യം ചെയ്ത 2 ചുറ്റ് കാമിലായി അവനുണ്ട്, അത് പിന്നെ വീണ്ടെടുക്കേണ്ടതില്ല. ഈ രീതിയിൽ 7 ചുറ്റ് പൂർത്തിയാക്കിയതിന്റെ ശേഷം ഇനി ഒരാളെ നമ്മൾ ഉന്തുവണ്ടിയിൽ ഉന്തുകയാണെങ്കിൽ, വീൽ ചെയറിൽ കൊണ്ടുപോവുകയാണെങ്കിൽ 2 പേർക്കും തവാഫ് കിട്ടും. ചുമക്കുന്നവനെ പോലെയല്ല. ചുമക്കുമ്പോൾ ഒരുത്തന് മാത്രമേ തവാഫ് കിട്ടൂ. ഉന്തുവണ്ടിയിൽ ഉന്തിക്കൊണ്ടു പോകുമ്പോൾ 2 പേർക്കും തവാഫ് കിട്ടും. അവനും നിയത്ത് ചെയ്യണം, ഇവനും നിയത്ത് ചെയ്യണം. അതിനുശേഷം ഈ 7 ചുറ്റ് പൂർത്തിയാക്കിയതിനു ശേഷം 7-ാമത്തെ ചുറ്റ് പൂർത്തിയാക്കി മഖാം ഇബ്രാഹിമിന്റെ പുറകിൽ പോയി 2 റക്അത്ത് നമസ്കരിച്ച് പടച്ച റബ്ബിനോട് ദുആ ചെയ്യുക. ഇതാണ് അഷ്റഫുൽ ഖൽഖ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഖുദൂ അന്നി മനാസികക്കും, എന്നെ കണ്ട് നിങ്ങൾ ഈ ഹജ്ജിന്റെ കർമ്മങ്ങൾ പഠിക്കുക എന്ന് പഠിപ്പിച്ച പരിശുദ്ധ ഹബീബ് നമുക്ക് പഠിപ്പിച്ചു തന്നത്. അങ്ങനെ നാം ഈ പ്രവർത്തനം നടത്തി അതിനുശേഷം നിസ്കാരം കഴിഞ്ഞ് ദുആ ചെയ്താൽ നമ്മൾ വേഗം സംസം കുടിക്കുക. സംസം കുടിച്ചുകൊണ്ട് നമ്മൾ അവിടെ നിന്നുകൊണ്ട് എത്ര നമുക്ക് ദുആ ചെയ്യാൻ കഴിയുമോ അത്രയും നമുക്ക് ദുആ ചെയ്യാം. അങ്ങനെ നാം ഒരു തവാഫ് പൂർത്തിയാക്കി. ഇപ്പോൾ ഉംറയുടെ നിബന്ധനയിൽ 2 നമ്മൾ ചെയ്തു, നിയ്യത്ത്, തവാഫ്. ഇനി ഇൻഷാ അല്ലാഹ് നമുക്ക് ചെയ്യേണ്ടത് സഅയാണ്. ആ സഅയ് ചെയ്യുന്നതിനെ കുറിച്ച് നമുക്ക് ചിന്തിക്കാം. അതിനു മുമ്പ് നാം സംസം കുടിക്കാൻ കഴിയുന്ന അത്ര കുടിക്കണം. സംസം എത്ര കുടിക്കുന്നതും വളരെ നല്ലതാണ്. ആ മാഉ സംസം, അതിനെക്കുറിച്ച് അള്ളാഹുവിന്റെ പരിശുദ്ധ പ്രവാചകർ പറഞ്ഞത്, അത് എന്തിനു വേണ്ടി നാം കുടിച്ചു? ലിമാ ശുരിബ ലഹു എന്നാണ്. എന്തിനു വേണ്ടി നമ്മൾ കുടിച്ചു? ഏത് രോഗം മാറണമെന്ന ആഗ്രഹത്തോടു കൂടി നമ്മൾ കുടിച്ചു എങ്കിൽ അത് നമുക്ക് കിട്ടും. ആ ശിഫ നമുക്ക് ലഭ്യമാക്കുന്ന, ലോകത്ത് തുല്യതയില്ലാത്ത അതിന്റെ അത്ഭുതകരമായ അവസ്ഥ മനസ്സിലാക്കണമെങ്കിൽ 30 ലക്ഷത്തോളം ആളുകൾ 10 ലിറ്റർ വീതം
നാട്ടിലേക്ക് കൊണ്ടുപോവുകയും കുടിക്കുകയും പിന്നെ അത് ഉപയോഗിക്കുകയും ഒക്കെ ചെയ്യുന്നൊരവസ്ഥ, അതുകൊണ്ട് ഉദൂ ചെയ്യുകയും ഒക്കെ ചെയ്യുന്ന അവസ്ഥ. എന്നിട്ട് പോലും ഒരു ഇഞ്ച് വെള്ളം കുറയാതെ ഇന്നും സംസം ബിർ സംസമിൽ അഥവാ സംസം കിണറിൽ വർദ്ധമാനമായ അളവിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു. എന്ത് അത്ഭുതം! അള്ളാഹു സുബ്ഹാനഹു വ തആല മനുഷ്യന് നൽകിയ ഏറ്റവും വലിയ ഔദാര്യമാണത്. ആ ഔദാര്യം നമ്മൾ ഇഷ്ടം പോലെ കുടിക്കുക. രണ്ട് കാരണങ്ങളാൽ: ഒന്ന്, അത് എത്ര കുടിക്കുന്നുവോ അത്രയും നല്ലത്. രണ്ട്, ഡീഹൈഡ്രേഷൻ ആ പ്രദേശത്തിന്റെ ഒരു പ്രത്യേകതയാണ്. പെട്ടെന്ന് നമ്മൾ ഡ്രൈ ആയി പോകും, വരണ്ടു പോകും. ആ വരൾച്ചയിൽ നിന്ന് ഒഴിവാകാൻ എപ്പോഴും സംസം കുടിച്ചുകൊണ്ടിരുന്നാൽ കുറെ ഉപകാരമാണ്. ഇപ്പോൾ നമ്മൾ സംസം കുടിച്ചു കഴിഞ്ഞ് ഇനി നമ്മൾ ഉംറയുടെ കർമ്മങ്ങളിൽ നിർവഹിക്കേണ്ടത് സഅയാണ്. സഅയ് എന്ന് പറഞ്ഞാൽ നിബന്ധനകൾക്ക് വിധേയമായി സൊഫാ മർവക്കിടയിൽ 7 തവണ നടക്കലാണ്. ഈ സൊഫാ കുന്നിലേക്കും മർവാ കുന്നിലേക്കും മഹദിയായ ഹാജർ റളിയല്ലാഹു തആല അൻഹ ഓടിയതിന്റെ സ്മരണയാണ് നാം പുതുക്കുന്നത്. ഒരു ഉമ്മ ഓടിയതിന്റെ സ്മരണ. ലോകത്തെ മുഴുവൻ ഉമ്മമാരും ഉപ്പമാരും എല്ലാ സ്ത്രീ പുരുഷന്മാരും ഈ കർമ്മം അനുസ്മരിച്ചുകൊണ്ട് ഈ പ്രവർത്തനം നടത്തണം. 395 മീറ്ററുള്ള ആ നടത്തം അല്ലെങ്കിൽ ആ ഓട്ടം അള്ളാഹുവിന്റെ വിശുദ്ധ കഅബയുടെ തെക്ക് കിഴക്കുള്ള 2 കുന്നുകളാണ് സൊഫയും മർവയും. പടച്ചറബിന്റെ ഷിആറിൽപ്പെട്ട വിശുദ്ധമായ ആ സൊഫയും മർവയും വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം ഉത്തരം കിട്ടുന്ന 2 കുന്നിൻ പ്രദേശങ്ങളാണ്. അതിനിടയ്ക്കുള്ള നടത്തം, അതാണ് സഅയ് എന്ന് പറയുന്ന പ്രവർത്തനം. ഈ ഓട്ടം ശരിക്കും ഒരു പരലോക ബോധത്തെ ഓർമ്മിപ്പിക്കുന്നു. 4 നിബന്ധനകൾക്ക് വിധേയമായിട്ടാണ് സഅയ് ചെയ്യേണ്ടത്. 4 ഷർത്തുകൾ. 1, ദൂരം മുഴുവൻ നടക്കുക. സഫാ മർവക്കിടയിലുള്ള ദൂരം മുഴുവൻ 395 മീറ്ററോളം ഉണ്ട് സ്ഥലം, അത് മുഴുവൻ നടന്നിരിക്കണം. 2, ശരിയായ ഒരു തവാഫിന് ശേഷമായിരിക്കണം. തവാഫിന്റെ മുമ്പ് സഅയ് പറ്റില്ല. 3-ാമത്തേത് സൊഫയിൽ നിന്ന് തുടങ്ങണം. മർവയിൽ നിന്ന് തുടങ്ങിയത് കൊണ്ട് പരിഗണിക്കില്ല, സൊഫയിൽ നിന്ന് തുടങ്ങണം. 4, 7 തവണ പൂർത്തിയാക്കണം. ഇതാണ് സഅയിന്റെ നിബന്ധനകൾ. ഇനി സഅയിന്റെ സുന്നത്തുകൾ. 1, നിയ്യത്ത് ചെയ്യുക. അല്ലാഹുവേ ഇന്നി നവൈതു അൻ അസ്അ മാ ബൈന സഫാ വൽ മർവത്തി സഅയൽ ഉംറത്തി ലില്ലാഹി തആല. അല്ലാഹു തആലാക്ക് വേണ്ടി 7 തവണ സഫാ മർവക്കിടയിൽ സഅയ് ചെയ്യാൻ ഞാൻ കരുതി എന്ന് പറഞ്ഞാൽ മതി. സാധാരണഗതിയിൽ ഒരു നുസുക്കിന്റെ ഒരു അമലിന്റെ ഭാഗമായിട്ടാണ് സഅയ് ഉണ്ടാവുക. വെറുതെ സഅയ് സുന്നത്തില്ലല്ലോ. അപ്പോൾ നാം ഉംറയ്ക്ക് വേണ്ടി ആ നിയ്യത്തിൽ അത് ഉൾപ്പെട്ടത് കൊണ്ട് പ്രത്യേകം നിയ്യത്ത് ചെയ്തു കൊള്ളണമെന്നില്ല. മറ്റൊന്ന്, തവാഫ് കഴിഞ്ഞ് ഉടനെ ചെയ്യുക. തവാഫ് കഴിഞ്ഞ് അല്പം വിശ്രമിച്ചതിന് ശേഷം ചെയ്താലും സഅയ് സ്വീകരിക്കപ്പെടും. പക്ഷേ തവാഫിന്റെ ഉടനെ ചെയ്യലാണ് ഏറ്റവും നല്ലത്. മറ്റൊന്ന് വുദൂ ഉണ്ടാവൽ, അത് സുന്നത്തേ ഉള്ളൂ. സഅയിൽ വുദൂ മുറിഞ്ഞു എന്നതുകൊണ്ട് പ്രശ്നമില്ല, സഅയ് തുറന്നാൽ മതി. ഔറത്ത് മറക്കൽ, ഒരു മുടി കണ്ടു, അത് ഔറത്ത് മറക്കുന്നത് നിർബന്ധമാണ് എന്നതിൽ നിന്ന് നാം പഠിച്ച ഔറത്ത് കാണിച്ചാൽ കിട്ടുന്ന കുറ്റം കിട്ടും എന്നല്ലാതെ സഅയ് അതുകൊണ്ട് ബാത്തിലാവില്ല സ്ത്രീകൾക്ക്. അതുപോലെ പുരുഷന്മാരുടെയും ഔറത്ത് കണ്ടു എന്നതുകൊണ്ട് സഅയ് ബാത്തിലാകില്ല. പക്ഷെ ഔറത്ത് കാണരുതല്ലോ, അത് നാം പ്രത്യേകം ശ്രദ്ധിക്കണം. ഔറത്ത് മറക്കൽ സഅയിനെ സംബന്ധിച്ചിടത്തോളം സുന്നത്താണ്, നമ്മെ സംബന്ധിച്ചിടത്തോളം അത് നിർബന്ധ ബാധ്യതയാണല്ലോ. മറ്റൊന്ന്, തുടർച്ചയായി ചെയ്യൽ. ഒരു സഅയ് ചെയ്ത് 2 സഅയ് ചെയ്ത് ഒന്ന് വിശ്രമിച്ച ശേഷം തുറന്നാലും മതി. പക്ഷെ തുടർച്ചയായി 7 പൂർത്തിയാക്കൽ, അതാണ് സുന്നത്ത്. പച്ചത്തൂണുകൾക്കിടയിൽ പുരുഷന്മാർ വേഗത കൂട്ടൽ. പച്ചത്തൂണുകൾ എന്ന് പറയുമ്പോൾ സൊഫയിൽ നിന്ന് തുടങ്ങി 75 മീറ്റർ ചെല്ലുമ്പോൾ ഒരു പ്രത്യേക തൂൺ അടയാളം പച്ച നിറത്തിൽ, അവിടെ നിന്നും അടുത്ത തൂണ് വരെ ആ സമയത്ത് ആ അടയാളം പച്ച കാണുന്നത് വരെ ഒന്ന് വേഗത്തിൽ പുരുഷന്മാർ മാത്രം ഓടുക. തിരിച്ച് മറവയിൽ നിന്ന് ഇങ്ങോട്ട് വരുമ്പോൾ 320 മീറ്റർ കഴിയുമ്പോൾ അത് കാണാം, അപ്പോഴും ഓടുക. അങ്ങോട്ട് പോകുമ്പോഴും ഇങ്ങോട്ട് പോകുമ്പോഴും. സഅയും തവാഫും തമ്മിലുള്ള ഒരു വ്യത്യാസം, തവാഫ് തുടങ്ങിയിടത്ത് തിരിച്ചെത്തുമ്പോഴാണ് ഒന്നാകുന്നത്. സഅയ് സൊഫയിൽ നിന്ന് മറവയിൽ എത്തുമ്പോൾ ഒന്നായി, മറവയിൽ നിന്ന് തിരിച്ചിങ്ങോട്ടെത്തിയാൽ 2ആയി. അപ്പോൾ സൊഫയിൽ നിന്ന് തുടങ്ങി മർവയിലാണ് അവസാനിക്കുക 7-ാമത്തേത്. അത് പ്രത്യേകം ശ്രദ്ധിക്കണം. മറ്റൊന്ന്, സൊഫ മർവ ഇവിടെ 2 പ്രത്യേക സ്ഥലത്ത് ദിക്റുകളുണ്ട്. ഈ തവാഫിൽ ഇതിനിടയ്ക്ക് ചൊല്ലേണ്ട ദിക്റുകൾ, ആ ദിക്റുകൾ പ്രത്യേകം ചൊല്ലുക. സഅയിൽ ചൊല്ലേണ്ട ദിക്റുകൾ പ്രത്യേകം ചൊല്ലുക. സൊഫ മർവക്കിടയിൽ സഅയ് ചെയ്യുമ്പോഴുള്ള ദിക്റുകൾ ചൊല്ലുക എന്നർത്ഥം. വാഹനത്തിൽ പോകാതിരിക്കുക, അഥവാ നടന്നു തന്നെ പോകലാണ് സുന്നത്ത്. ആരെയും ഉപദ്രവിക്കാതിരിക്കുക. ഈ രീതിയിൽ പ്രത്യേകിച്ച് സഅയിലും സൊഫയിലും മർവയിലും വെവ്വേറെയും ദിക്റുകൾ പ്രത്യേകം ചൊല്ലാറുണ്ട്. അവിടെ എത്തുമ്പോൾ പ്രത്യേകം ദുആ ചെയ്യൽ പ്രത്യേകം സുന്നത്തുണ്ട്. ഇനി എങ്ങനെയാണ് സഅയ് നിർവഹിക്കേണ്ടതിന്റെ പ്രാക്ടിക്കൽ രൂപം? നാം ഇപ്പോൾ തവാഫ് കഴിഞ്ഞു, 2 റക്അത്ത് നമസ്കരിച്ചു, സംസം കുടിച്ചു, നേരെ നാം കയറി സൊഫാ കുന്നിൽ നിന്ന് നോക്കിയാൽ ശരിക്ക് കഅബാലയം കാണും. കഅബയിലേക്ക് നോക്കിയതിന്റെ രീതി ഇമാം നബവി തങ്ങൾ പറയുന്നു, ഇദാ ഫറഅ മിൻ റക്അത്തൈ തവാഫി, ഒരാൾ തവാഫിന്റെ 2 റക്അത്തിൽ നിന്ന് വിരമിച്ചു കഴിഞ്ഞാൽ ഫസുന്നത്തു, അവന് സുന്നത്ത് എന്താണ്? ഐ യർജിഅ ഇലൽ ഹജറിൽ അസ്വദി, ഐ യർജിഅ ഇലൽ ഹജറിൽ അസ്വദി, അവൻ വീണ്ടും ഹജറുൽ അസ്വദിന്റെ സമീപത്തേക്ക് വരിക. ഇത് ശരിയായ സുന്നത്തിന്റെ രീതിയാണ്, പറയുന്നത്. ഐ യർജിഅ ഇലൽ ഹജറിൽ അസ്വദി ഫയസ്തലിമഹു, അവൻ ഹജറുൽ അസ്വദിന്റെ അടുത്തേക്ക് മടങ്ങി വന്ന് ഹജറുൽ അസ്വദിനെ വീണ്ടും ചുംബിക്കുക.
തുമ്മ യഖ്റുജു മിൻ ബാബി സ്വഫ, പിന്നെ സ്വഫാ ഭാഗത്തിലെ വാതിലിലൂടെ കടന്നു വരിക ഇലൽ മസ്അ, സഅയ് ചെയ്യുന്ന സ്ഥലത്തേക്ക്. സ്വഫയിൽ നിന്ന് കഅബാലയത്തിലേക്ക് നോക്കിക്കൊണ്ട് അവൻ തക്ബീർ ചൊല്ലുക, അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ. എന്നിട്ട് അബ്ദഉ ബിമാ ബദഅ അല്ലാഹു റസൂലുഹു ഇന്ന സ്വഫാ വൽ മർവത മിൻ ശആഇരില്ലാഹ് ഫമൻ ഹജ്ജൽ ബൈത ഔ ഇഅ്തമറ ഫലാ ജുനാഹ അലൈഹി അൻ യത്തവഫ ബിഹിമാ വമൻ തതവ്വഅ ഖൈറൻ ഫഇന്നല്ലാഹ ശാകിറുൻ അലീം എന്ന് ദുആ ചെയ്തുകൊണ്ട് അവൻ സഅയ് ആരംഭിക്കുക. ഈ സ്വഫയിൽ കയറി നിന്നുകൊണ്ട് കഅബയെ നോക്കി ചൊല്ലേണ്ട പ്രത്യേക ദുആ നിങ്ങളുടെ മനാസിക്കിൽ കാണിച്ചിട്ടുണ്ട്. ഞാനിവിടെ സമയക്കുറവ് മൂലം വിശദീകരിക്കുന്നില്ല. ആ ദുആ ചൊല്ലിക്കൊണ്ട് അവൻ ആ സഅയ് ആരംഭിക്കുന്നതാണ് ഏറ്റവും ഉത്തമം. അങ്ങനെ സ്വഫയിൽ നിന്ന് അവൻ ഒന്നാമത്തെ സഅയ് ആരംഭിക്കുന്നു മർവയിലേക്ക്. ഈ മർവയിലേക്ക് പോകുമ്പോൾ അവൻ ചൊല്ലേണ്ട പ്രത്യേക ദിക്ർ നിങ്ങളുടെ കൈവശമുള്ള മനാസിക്കിൽ ഉണ്ടാകും. ഓരോ സഅയിലും അവൻ ചൊല്ലേണ്ട ദുആകൾ പ്രത്യേകമുണ്ട്. ആ ദുആ ചൊല്ലി അവൻ പുരുഷനാണെങ്കിൽ പച്ചത്തൂണുകൾക്കടുത്തെത്തുമ്പോൾ ഒന്ന് വേഗത്തിലോടി നേരെ സ്വഫയിലെത്തി സ്വഫയിൽ കയറി അവിടെ നിന്ന് തിരിച്ച് ഇപ്പോൾ ആ ഭാഗം പ്രത്യേകമായി കറുപ്പ് അടയാളപ്പെടുത്തിയിട്ടുണ്ട്. കറുപ്പ് അടയാളപ്പെടുത്തിയ സ്ഥലത്താണ് അവസാനിപ്പിക്കേണ്ടത്. അങ്ങനെ അവിടുന്ന് തിരിച്ച് ഇങ്ങോട്ട് വരിക. അങ്ങനെ 7 തവണയാകുമ്പോൾ 7ാം തവണ അവൻ മറുവയിലെത്തുന്നു. ഇങ്ങനെ സ്വഫക്കും മറുവക്കും ഇടയിലുള്ള ഈ 7 നടത്തത്തെയാണ് സഅയ് എന്ന് പറയുന്നത്. അവസാനം മറുവയിലെത്തി അവൻ ദുആയോടുകൂടി സഅയ് അവസാനിപ്പിക്കുന്നു. ഇപ്പോൾ നാം ഉംറക്ക് ഇഹ്റാം ചെയ്ത് പരിശുദ്ധമായ കഅബാലയത്തിന്റെ സമീപത്ത് എത്തിച്ചേർന്ന് തവാഫ് നിർവഹിച്ച് സഅയ് നിർവഹിച്ചു. ഉംറ എന്ന് പറയുമ്പോൾ നിയ്യത്ത് അഥവാ ഇഹ്റാം, തവാഫ്, സഅയ്, പിന്നീട് മുടി മുറിക്കൽ, 3 കർമ്മം നമ്മൾ പൂർത്തിയാക്കി. ഇനി നമുക്ക് മുടി മുറിക്കാനേ ഉള്ളൂ. അതോടുകൂടി നമ്മൾ ഉംറ നിർവഹിച്ചവരായി. ജീവിതത്തിലെ ഏറ്റവും വലിയ ഒരു കർമ്മം നാം നിർവഹിച്ചു കഴിഞ്ഞു. അപ്പോൾ ഇനി എങ്ങനെയാണ് നാം മുടി മുറിക്കേണ്ടത്? മുടി മുറിക്കേണ്ട രൂപം, നാം സഅയ് പൂർത്തിയാക്കിയതിനു ശേഷം മറുവയിലെത്തുമ്പോൾ നമ്മുടെ കയ്യിൽ കത്രിക ഉണ്ടെങ്കിൽ കിബിലക്ക് തിരിയുന്നുകൊണ്ട് തലമുടിയുടെ വലതു ഭാഗത്തു നിന്ന് 3 മുടിയെങ്കിലും, ശരിക്ക് പൂർണ്ണമായി പുരുഷൻ മൊട്ടയടിക്കലാണ് സുന്നത്ത്. അതേസമയം അവൻ ഹജ്ജിന്റെ സമയത്ത് മൊട്ടയടിക്കാൻ അല്ലെങ്കിൽ തലമുടി മുഴുവൻ കളയാൻ ഉദ്ദേശിച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ അവൻ 3 മുടി മുറിച്ചാൽ മതി. തലയുടെ അതിർത്തിയിൽ നിന്ന് 3 മുടി മുറിക്കുകയാണ്. ഇതോടുകൂടി അവൻ തഹല്ലുലായി, ഉംറയിൽ നിന്ന് തഹല്ലുലായി. ഉംറക്ക് ഒരു തഹല്ലുലേ ഉള്ളൂ. അതോടുകൂടി ഇഹ്റാമിൽ നിന്ന് ഒഴിവായി. സ്ത്രീയാണെങ്കിൽ അവൾ തലമുടി മൊത്തം തൂക്കിയിട്ട് അതിന്റെ തലപ്പ് ഒരു വിരലിന്റെ അളവ് കണ്ട് മുറിച്ചു കളയണം. അത് മുറിക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം. അന്യ പുരുഷർ കാണത്തക്ക വിധം തലമുടി തൂക്കിയിട്ട് കൊണ്ട് ചെയ്യരുത്. പ്രത്യേകം സ്ത്രീകൾ അതിനുവേണ്ടി ശ്രദ്ധിച്ച്, അല്ലെങ്കിൽ സഅയ് പൂർത്തിയാക്കി റൂമിലെത്തിയതിനു ശേഷം മുടി മുറിച്ചാലും മതി. മുടി മുറിക്കുന്നതോടുകൂടി പൂർണ്ണമായി തഹല്ലുലായി. ഇപ്പോൾ നേരത്തെ ഇഹ്റാം കൊണ്ട് നിഷിദ്ധമാണ് എന്ന് പറഞ്ഞിരുന്ന 10 കാര്യങ്ങളുണ്ട്. സുഗന്ധം പൂശൽ മുതൽ ഒരുപാട് കാര്യങ്ങൾ. ആ 10 കാര്യങ്ങളും ഇനി നമുക്ക് ചെയ്യാവുന്നതാണ്. ഇപ്പോൾ നാം ഉംറ നിർവഹിച്ചു, അൽഹംദുലില്ലാഹ്. പരിശുദ്ധ ഹറമിലാണ് ഇപ്പോൾ നമ്മളുള്ളത്. ഇനി നമ്മളെ സംബന്ധിച്ചിടത്തോളം ഈ തമത്തുവിന്റെ രീതി സ്വീകരിച്ചവരായതുകൊണ്ട് നമുക്ക് ഒരു ആടിനെ അറുത്തു കൊടുക്കേണ്ടതുണ്ട്. ഈ ആടിനെ അറുത്തു കൊടുക്കുവാനുള്ള നിബന്ധനയിൽപ്പെട്ട ഒന്ന്, നാം ഹജ്ജിന് ഇഹ്റാം ചെയ്യുന്നത് ഇനി ഒരു മീക്കാത്തിൽ പോയിട്ടാണെങ്കിൽ, ഉദാഹരണമായി മദീനയിൽ നിന്ന് മടങ്ങി വരുമ്പോൾ ദുൽഹുലൈഫയിൽ നിന്നാണോ നമ്മൾ ഹജ്ജിന് ഇഹ്റാം ചെയ്യുക, അതല്ലെങ്കിൽ ദുൽഹജ്ജ് 5നോ 6നോ നമ്മൾ ഒരു സിയാറത്തിന് വേണ്ടി ബദറിലേക്ക് പോയി തിരിച്ചു വരുമ്പോൾ ജുഅഫ എന്ന് പറയുന്ന മീക്കാത്തിൽ നമുക്ക് ഹജ്ജിന് ഇഹ്റാം ചെയ്യാൻ കഴിയുമോ? എങ്കിൽ ആ ആടിനെ അറുക്കേണ്ടതില്ല. ഇല്ലെങ്കിൽ നാം ആടിനെ അറുക്കണം. ഷാഫി മദ്ഹബ് അനുസരിച്ചുകൊണ്ട് ഉംറയിൽ നിന്ന് തഹല്ലുലായാൽ അറുക്കാം. ഏറ്റവും നല്ലത് നാം കല്ലേറ് പൂർത്തിയാക്കിയതിന്റെ ശേഷം ജംറത്തുൽ അഖബയെ 1ാമത്തെ പെരുന്നാളിനന്ന് എറിഞ്ഞതിന് ശേഷം അറുക്കലാണ് ഏറ്റവും നല്ലത്. അല്ലെങ്കിൽ അയ്യാമു തശ്രീഖിന്റെ ദിവസം അറുക്കലാണ് ഏറ്റവും നല്ലത്. അവിടെ നമുക്ക് സാധ്യമാകാൻ ബുദ്ധിമുട്ടാണെങ്കിൽ നമുക്ക് ഇപ്പോൾ തന്നെ ചെയ്യാം. അതേസമയം അറിവിന് പകരമായി നോമ്പനുഷ്ഠിക്കാനാണ് അവൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ നോമ്പനുഷ്ഠിക്കൽ ഹജ്ജിന് ഇഹ്റാം ചെയ്തതിന് മാത്രമേ പാടുള്ളൂ. ഇഹ്റാം ചെയ്യുന്നതിന്റെ മുമ്പ് നോമ്പനുഷ്ഠിച്ചുകൂടാ. ഈ കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം. ഇപ്പോൾ നാം വിശുദ്ധ മക്കയിലാണുള്ളത്. ഇനിയുള്ള സമയം നമുക്ക് ഫ്രീ ആണ്. ഒരർത്ഥത്തിൽ പറഞ്ഞാൽ ചിലപ്പോൾ നമ്മെ സംബന്ധിച്ചിടത്തോളം ഹജ്ജിന്റെ സമയം വരെ നമ്മൾ പൂർണ്ണമായും ഫ്രീ ആയിരിക്കും. ചിലർ ബന്ധുക്കളെ കാണാൻ പോകും. മറ്റു ചിലർക്ക് മുത്തവീഫിന്റെ ഉത്തരവ് പ്രകാരം മദീനയിൽ പോകാനുള്ള സമയം ഇതായിരിക്കും. അങ്ങനെയുള്ളവർ മദീനത്ത് പോയി 8 ദിവസത്തെ സിയാറത്ത് പൂർത്തിയാക്കി തിരിച്ചിങ്ങോട്ട് മക്കയിലേക്ക് തന്നെ വരും. അല്ലാത്തവർ മക്കയിൽ തന്നെ നിൽക്കും. എങ്ങനെയാണെങ്കിലും നമ്മെ സംബന്ധിച്ചിടത്തോളം ഇനി ഉംറ കഴിഞ്ഞാൽ ഹജ്ജിന്റെ അമൽ ആരംഭിക്കുന്നത് ദുൽഹജ്ജ് 8നാണ്. ദുൽഹജ്ജ് 8 വരെ നാം മക്കയിൽ കഴിയുമ്പോൾ എന്തൊക്കെ നമുക്ക് പുണ്യം നേടാൻ ചെയ്യാൻ പറ്റും? നിങ്ങൾ കൃത്യമായി മനസ്സിലാക്കിക്കോളൂ. ഓരോരുത്തരും മനസ്സിലാക്കണം, വളരെ പുണ്യപ്പെട്ട സ്ഥലത്താണ് നമ്മൾ നിൽക്കുന്നത്. ഈ പുണ്യപ്പെട്ട സ്ഥലത്ത് ജീവിതത്തിൽ ഇനി നമ്മൾ വരുമോ? ഇപ്പോൾ നമ്മൾ എത്തി, അൽഹംദുലില്ലാഹ്. നമ്മളിപ്പോൾ ഹറമിലാണല്ലോ ഉള്ളത്.
ഇനി ഇങ്ങോട്ട് വരാൻ നമുക്ക് കഴിയുമോ ജീവിതത്തിൽ അറിയില്ല. അതുകൊണ്ട് തന്നെ നമ്മൾ ശ്രദ്ധിക്കണം, ഈ സ്ഥലം പരമാവധി നമുക്ക് പുണ്യം നേടാൻ ഉപകരിക്കണം. അതുകൊണ്ട് എന്തൊക്കെ നമുക്ക് ചെയ്യാം? ഒന്ന്, കൃത്യമായി മനസ്സിലാക്കിക്കോളൂ, കിതാബുകളിൽ പറഞ്ഞ രീതിയല്ല, മറിച്ച് പുണ്യം നേടാനുള്ള നമ്മുടെ മനസ്സിൽ ഉണ്ടായിരിക്കേണ്ട ഒരു തെർത്തീബിനെ കുറിച്ചാണ് ഞാൻ പറയുന്നത്. ഒന്നാമതായി, പരമാവധി തവാഫ് വർദ്ധിപ്പിക്കുക. കഅബയിലെങ്കിൽ ഒരു വിശ്വാസിക്ക് ചെയ്യാനുള്ള ഏറ്റവും പുണ്യപ്പെട്ട അമൽ തവാഫാണ്, പരമാവധി തവാഫ്. അതുപോലെ തന്നെ ധാരാളം ഉംറ ചെയ്യാൻ അവസരം കിട്ടും. മരിച്ചുപോയവർക്ക് വേണ്ടി ഉംറ ചെയ്യാം, നമുക്ക് വേണ്ടി തന്നെ സുന്നത്തായ ഉംറ ചെയ്യാം. ഒരു 2 രൂപ മുടക്കിയാൽ ഹറമിന്റെ പുറത്ത് പോയി മസ്ജിദ് ആയിഷയിലെത്താം. അവിടെ വെച്ച് എങ്ങനെയാണോ നമ്മൾ ഇപ്പോൾ ഈ ഉംറ ചെയ്തത്, കുളിച്ച് സുഗന്ധം പൂശി വസ്ത്രം ധരിച്ച് നബൈത്തുൽ ഉംറത വഅഹറംതു ബിഹാ ലില്ലാഹി തആല ലബ്ബൈക് അല്ലാഹുമ്മ ലബ്ബൈക്, സ്വലാത്ത്, നേരത്തെ പറഞ്ഞ ദുആ, നേരെ ഹറമിലേക്ക് വരുന്നു, 7 വട്ടം കഅബയെ ചുറ്റുന്നു, 7 വട്ടം തവാഫ് കഴിഞ്ഞതിന് ശേഷം 7 വട്ടം സഅയ് ചെയ്യുന്നു, മുടി മുറിക്കുന്നു, ഉംറ കഴിഞ്ഞു. നമുക്ക് സാധ്യമായ എത്ര ഉംറ ചെയ്യാം. എന്നതുപോലെ തന്നെ ഒരൊറ്റ ജമാഅത്ത് നമസ്കാരവും ഒഴിവാക്കരുത്. ഒരു നമസ്കാരത്തിന് ഏറ്റവും ചുരുങ്ങിയത് 1,00,000 കൂലി എന്നാണ്. അത് വർദ്ധമാനമായ അളവിലുണ്ട് എന്ന ഹദീസ് കൊണ്ട് നമുക്ക് ലഭ്യമാവും. എങ്കിലും ഒരു പുണ്യകർമ്മത്തിന് 1,00,000 പുണ്യകർമ്മത്തിന്റെ കൂലി ലഭിക്കുന്ന പരിശുദ്ധ ഹറമിൽ ഒരൊറ്റ ജമാഅത്ത് പോലും ഒഴിവാക്കരുത്. അതുപോലെ തന്നെ എപ്പോഴും ഹറമിൽ പ്രവേശിച്ചാൽ കഅബയെ നോക്കി ഇരിക്കുക. കഅബ കാണുന്ന വിധം ഇരുന്നാൽ അത് പുണ്യകർമ്മമാണ്. അതുപോലെ വിശുദ്ധ ഹറമിൽ വെച്ച് ഏറ്റവും ചുരുങ്ങിയത് ഒരു ഖത്തമെങ്കിലും തീർക്കണം. വിശുദ്ധ ഖുർആൻ ഒരു ഖത്തം തീർക്കാതെ ഹറമിൽ നിന്ന് പോരരുത്. ഹറം വിട്ടു പോരുന്നതിന് മുമ്പ് ഒരു ഖത്തം തീർക്കണം. മദീനയിൽ ചെല്ലുമ്പോഴും അങ്ങനെ തന്നെ, കാരണം അത് ഹറമിന്റെ അദബിൽപ്പെട്ടതാണ്. ദിക്റുകൾ വർദ്ധിപ്പിക്കുക, മറ്റൊന്ന് സ്വലാത്ത് വർദ്ധിപ്പിക്കുക, സുന്നത്ത് നമസ്കാരം വർദ്ധിപ്പിക്കുക. ആർക്കെങ്കിലും ധർമ്മം കൊടുക്കാൻ കഴിയുമെങ്കിൽ, സഹായങ്ങൾ ചെയ്യാൻ കഴിയുമെങ്കിൽ അത് ചെയ്യുക. എപ്പോൾ മസ്ജിദുൽ ഹറാമിൽ പ്രവേശിച്ചാലും ഇഴ്തികാഫിനെ നിയത്ത് ചെയ്യുക. ഞാൻ ഹറമിൽ ഇഴ്തികാഫ് ഇരിക്കാൻ കരുതി മതി. അതുപോലെ തന്നെ ധാരാളം സംസം കുടിക്കുക. അതോടൊപ്പം തന്നെ മക്കയിലെ സിയാറത്ത് കേന്ദ്രങ്ങളൊക്കെ സന്ദർശിക്കുക. ജബലുൻ നൂർ, വിശുദ്ധമായ ഖുർആൻ ഇറങ്ങിയ ആ മഹത്തായ പർവ്വതം, അവിടെയാണ് ഹിറാ ഗുഹ. അള്ളാഹുവിന്റെ പരിശുദ്ധ പ്രവാചകർ അവിടെയാണ് ആരാധനയ്ക്കിരുന്നത്. നോക്കൂ, ഈ കാണുന്നതാണ് ജബലുൻ നൂർ പർവ്വതം. ആ പർവ്വതത്തിന്റെ ഉച്ചിയിൽ നോക്കൂ, അതാണ് ഹിറാ ഗുഹ. അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഈ ഗുഹയിലാണ് അള്ളാഹുവിനെ ആരാധിച്ചു കൊണ്ടിരുന്നത്. അവിടെയാണ് ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം വന്നുകൊണ്ട് വിശുദ്ധ ഖുർആൻ ഓതിക്കൊടുത്തുകൊണ്ട് ഇഖ്റ എന്ന് പറഞ്ഞത്. വിശുദ്ധ ഖുർആൻ ഇറങ്ങിയ ജബൽ അത് കാണുന്നത്, നമ്മുടെ ദിവ്യഗ്രന്ഥം ഇറങ്ങിയ ആ പരിശുദ്ധമായ പർവ്വതം കാണുന്നത് ഏതൊരു വിശ്വാസിയുടെയും മനസ്സിനെ അത്ഭുതം അല്ലെങ്കിൽ ഹർഷപുളകിതമാക്കും. തീർച്ചയായും നമുക്ക് അവിടെ എത്താൻ പടച്ച റബ്ബ് തൗഫീക്ക് ചെയ്തിരിക്കുന്നു. അൽഹംദുലില്ലാ, നമ്മുടെ ബന്ധപ്പെട്ടവർക്കും എത്താൻ അല്ലാഹു തൗഫീക്ക് നൽകുമാറാവട്ടെ. ജബലുൻ നൂർ, അതുപോലെ തന്നെ സൗർ പർവ്വതം, അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു തആല അൻഹുവും ഹിജ്റ വേളയിൽ ഒളിച്ചിരുന്ന ഗുഹ, ആ ഗുഹ നോക്കൂ നിങ്ങൾ, ഇതാണ് സൗർ പർവ്വതം. ഈ പർവ്വതത്തിന്റെ ഉച്ചയിലുള്ള ഗുഹ അതാണ് ഓർ സൗർ. അവിടെയാണ് സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹുവും അതുപോലെ തന്നെ ബഹുമാനപ്പെട്ട അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും ശത്രുക്കളിൽ നിന്നും രക്ഷ നേടുന്നതിനുള്ള അഭയം പ്രാപിച്ചത്. അതുപോലെ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജന്മ വീട് നോക്കൂ, മക്കത്തുൽ മുക്കറമ. ഇന്ന് അവിടെ ഒരു ലൈബ്രറിയാണ്. ഈ വീട്ടിലാണ്, ഇവിടെയാണ് അഷ്റഫുൽ ഖൽഖ് ജനിച്ചത്, പുണ്യസ്ഥലം. അതുപോലെ തന്നെ ഖദീജ ബീവി റളിയല്ലാഹു തആല അൻഹയുടെ വീട്, അതുപോലെ ജന്നത്തുൽ മുഅല്ല എന്ന് പറയുന്ന ജന്നത്തുൽ മുഅല്ല, മക്കയിലെ പ്രസിദ്ധമായ പുരാതന ഖബർസ്ഥാൻ. അള്ളാഹുവിന്റെ പരിശുദ്ധ പ്രവാചകന്റെ പ്രിയപ്പെട്ട പത്നി ഖദീജ ബീവി റളിയല്ലാഹു തആല അൻഹ, മഹാനായ ബാഫഖിത്തങ്ങൾ മുതലായ മഹത്തുക്കൾ അവിടെയാണ് അന്ത്യവിശ്രമം കൊള്ളുന്നത്. ഈ കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ ഒരു മിതത്വം പാലിക്കണം. ധാരാളം ഉംറ ചെയ്ത് ധാരാളം സിയാറത്തിന് പോയി ശരീരം ക്ഷീണിപ്പിച്ചാൽ ഹജ്ജ് വരുന്നുണ്ട് എന്ന ബോധം നമുക്ക് എപ്പോഴും ഉണ്ടായിരിക്കണം. അതുകൊണ്ട് ഒരു മിതത്വം പാലിച്ചുകൊണ്ട് ഈ സന്ദർഭങ്ങളിലൊക്കെ നമ്മൾ ധാരാളം സംസം കുടിച്ച് ജമാഅത്ത് നിസ്കാരത്തിൽ പങ്കെടുത്ത് നേരത്തെ പറഞ്ഞ പുണ്യങ്ങളൊക്കെ ചെയ്ത് മക്കയിൽ താമസിക്കുന്നു. അല്ലാത്തവർ മദീനയിൽ പോകുന്നു, സിയാറത്ത് നിർവഹിക്കുന്നു, തിരിച്ചു മക്കയിലേക്ക് വരുന്നു. ഇനി നമുക്ക് ദുൽഹജ്ജ് 8 ആകുന്നത് പ്രതീക്ഷിച്ചുകൊണ്ട് നിൽക്കുകയാണ്. ഇനിയാണ് ഹജ്ജ് നമ്മൾ ചെയ്യേണ്ടത്. അതുകൊണ്ട് എന്താണ് ഹജ്ജ്? നമുക്കറിയാമല്ലോ, ഹജ്ജ് എന്ന് പറയുന്നത് ഇഹ്റാം, അറഫയിൽ നിൽക്കുക, ഇഫാദത്തിന്റെ തവാഫ് ചെയ്യുക, സഈ ചെയ്യുക, മുടി മുറിക്കുക, ഇതാണല്ലോ ഹജ്ജ്. ഇത് ഹജ്ജിന്റെ റുക്നുകളാണ്, ഒഴിച്ചുകൂടാൻ പറ്റാത്തത്. ഉംറ നമ്മൾ ചെയ്തു, ഇനി ഹജ്ജാണ്. ഹജ്ജിന്റെ വാജിബാത്തുകളോ മീഖാത്തിൽ നിന്ന് ഇഹ്റാം ചെയ്യുക, മിനയിൽ രാപ്പാർക്കുക, മുസ്ദലിഫയിൽ രാപ്പാർക്കുക, ജംറകൾ എറിയുക, വദാഇന്റെ തവാഫ് ചെയ്യുക, ഇതാണ് ഹജ്ജിന്റെ കർമ്മം. ഇതേതെങ്കിലും ഒന്ന് ഒഴിവായാൽ, ഒഴിവായതിന് പകരമായി പ്രായശ്ചിത്തം ചെയ്താൽ പരിഹരിക്കപ്പെടും. അപ്പോൾ ദുൽഹജ്ജ് മാസം 8 മുതൽ 13 കൂടിയ 6 ദിവസമാണ് ഹജ്ജിന്റെ ദിവസങ്ങൾ എന്ന് പറയുന്നത്. ദുൽഹജ്ജ് മാസം 8 മുതൽ 13 കൂടിയ ദിവസം. ദുൽഹജ്ജ് 8-ന് സാധാരണഗതിയിൽ പറയപ്പെടുന്നത് യൗമുത് തർവിയ. അന്നാണ് പഴയ കാലത്ത് അറബികൾ വെള്ളം ശേഖരിച്ചു വെച്ചിരുന്ന ദിവസം യൗമുത് തർവിയ. ഹജ്ജ് തർവിയ എന്ന് വാഹനങ്ങൾ സ്റ്റിക്കർ ഒട്ടിച്ചുകൊണ്ട് ആ ദിവസം
എല്ലാ റൂമുകൾക്ക് മുമ്പിൽ മുത്തവൈഫിന്റെ വാഹനം വന്ന് നിൽക്കുന്നത് കാണാം. ഹജ്ജ് തെർവിയ, അതാണ് യോമു തെർവിയ ദുൽഹജ്ജ് 8. രണ്ടാമത്തേത് ദുൽഹജ്ജ് 9 യോമു അറഫ. മൂന്നാമത്തേത് യോമുൻ നഹർ ദുൽഹജ്ജ് 10 പെരുന്നാൾ. അതുപോലെ തന്നെ 4-ാമത്തെ ദിവസം യോമുൽ ഖർ ദുൽഹജ്ജ് 11. നാം അവിടെ തന്നെ സ്ഥിരമായി നിൽക്കുന്നു. യോമുൽ ഖർ എന്നാണ് അതിന് പറയുക. പിന്നെ യോമുൻ നഫർ അവൽ, യോമുൻ നഫർ താനി 12ഉം 13. ഈ 6 ദിവസങ്ങളാണ് ശരിക്കും ഹജ്ജ്. ഈ 6 ദിവസങ്ങൾ ഹജ്ജിന്റെ ദിവസങ്ങളായി ഗണിക്കപ്പെടുന്നു. അതിൽ ഹജ്ജിന് ഇഹ്റാം ചെയ്ത് നേരെ വന്ന മീക്കാത്തിൽ നിന്ന് ഇഹ്റാം ചെയ്ത് വന്ന ആളുകൾ നേരെ മിനയിലേക്ക് പോകണം ദുൽഹജ്ജ് 8-ന്. ബാക്കിയുള്ള 2 കൂട്ടരും എന്ത് ചെയ്യണം? അഥവാ മക്കക്കാരും തമത്വന്റെ രീതി സ്വീകരിച്ച് അവിടെ നിൽക്കുന്ന നമ്മളും. ഇത് പ്രത്യേകം പറയാൻ കാരണം, നമ്മുടെ കൂടെ ഒരു പക്ഷേ മക്കയിൽ ജോലി ചെയ്ത് നമ്മുടെ മകൻ ഹജ്ജിന് കൂടും. അവൻ മക്കയിൽ നിന്നാണ് ഹജ്ജിന് പോരുന്നത്. എങ്കിൽ അവനും നമ്മളും എന്ത് ചെയ്യണം? നമുക്ക് 2 കൂട്ടർക്കും ഇഹ്റാം ചെയ്യേണ്ടത് മക്കയിൽ വെച്ച് തന്നെയാണ്. നമ്മൾ താമസിക്കുന്ന സ്ഥലത്ത് വെച്ചാണ് നമ്മൾ ഇഹ്റാം ചെയ്യേണ്ടത്. എങ്ങനെ ഇഹ്റാം ചെയ്യണം? നമ്മൾ ഉംറയ്ക്ക് എങ്ങനെയാണോ ഇഹ്റാം ചെയ്തത്, അതുകൊണ്ട് ഇനി ഹജ്ജിന്റെ ഇഹ്റാം പ്രത്യേകം പഠിക്കേണ്ടതില്ല. ഉംറ എന്ന സ്ഥാനത്ത് ഹജ്ജ് എന്ന് പറഞ്ഞാൽ മതി. അദബുകളൊക്കെ ഒരുപോലെ തന്നെ. ഇവിടെ നാം ചെയ്യേണ്ടത്, ഇന്നത്തെ സാഹചര്യത്തിൽ ദുൽഹജ്ജ് 7-ന് തന്നെ മുത്തവൈഫ് ആളുകളെ തയ്യാറാക്കും. കാരണം 8-ന് അറഫയിലെത്തണം. വാഹനങ്ങൾ എല്ലാവർക്കും കൊടുക്കാൻ സൗകര്യം കുറയുന്നത് കൊണ്ട് 7-ന് തന്നെ രാത്രി ആളുകളെ കൊണ്ടുപോകും. 8-നെ മിനയിൽ എത്തേണ്ടതുള്ളൂ. അത് തന്നെ 8-ന് മിനയിൽ പ്രത്യേകമായ അമലുകൾ ഒന്നുമില്ല. നമ്മൾ ദുൽഹജ്ജ് 7-നോ അല്ലെങ്കിൽ 8-നോ ഇഹ്റാം ചെയ്ത് നേരെ മിനയിലേക്ക് നടന്നോ ബസ്സിനോ പോകുന്നു. ലോക മുസ്ലിമീങ്ങൾ മുഴുവൻ അതാ വെളുത്ത വസ്ത്രം ധരിച്ചുകൊണ്ട്, സ്ത്രീകൾ അവരുടെ വസ്ത്രം ധരിച്ചുകൊണ്ട് ലബ്ബൈക്ക് ചൊല്ലിക്കൊണ്ട് അതാ മിനയിലേക്ക് ഒഴുകുന്നു. എല്ലാ വാഹനങ്ങളും മിനയിലേക്ക് നടന്നും വാഹനപ്പുറത്തും ആളുകൾ ഒന്നിച്ച് മിനയിലേക്ക് കൂട്ടമായി ഒഴുകുന്നു. ഏകദേശം കഅബയുടെ കിഴക്ക് 6 കിലോമീറ്റർ അല്പം തെക്ക് മാറി മിന എന്ന് പറയുന്ന വിശാലമായ പ്രദേശം. അങ്ങോട്ട് പോകുമ്പോൾ വില പിടിച്ച വസ്തുക്കളൊക്കെ റൂമിൽ തന്നെ സൂക്ഷിക്കണം, അല്ലെങ്കിൽ ബന്ധപ്പെട്ടവരെ ഏൽപ്പിക്കണം. അല്പം പഴങ്ങളുണ്ടെങ്കിൽ, അതുപോലെ അവില്, മരുന്ന് കഴിക്കുന്നവർ മരുന്ന്, ഹജ്ജിന്റെ പഠന പുസ്തകം, മുസല്ല, വിശുദ്ധ ഖുർആൻ, പിന്നെ കല്ല് പെറുക്കാൻ ഒരു കീസോ മറ്റോ അത്യാവശ്യ സാധനങ്ങൾ മാത്രം മിനയിലേക്ക് കൊണ്ടുപോവുക. അങ്ങനെ തെൽബിയത്തോടെ ഇതാ യാത്ര പുറപ്പെടുന്നു. അങ്ങനെ പോകുമ്പോൾ അല്ലാഹുമ്മ ഇയ്യാക അർജു വലക അദ്ഉ ഫബല്ലിഗ്നി സാലിഹ അമലി വഗ്ഫിർ ലി ദുനൂബി വംനുൻ അലയ്യ ബിമാ മനൻത ബിഹി അലാ അഹ്ലി ത്വാഅതിക ഇന്നക അലാ കുല്ലി ഷൈഇൻ ഖദീർ. ഈ ദുആ പ്രത്യേകമായി ചൊല്ലൽ സുന്നത്തുണ്ട്. മിനയിൽ എത്തിക്കഴിഞ്ഞാൽ അല്ലാഹുമ്മ ഹാദാ മിനൻ വഹാദാ മാ ദല്ലൽതനാ അലൈഹി മിനൽ മനാസിക് ഫമുന്ന അലൈനാ ബിജവാമിഇൽ ഖൈറാത്ത് വബിമാ മനൻത ബിഹി അലാ ഇബ്രാഹീമ ഖലീലിക വമുഹമ്മദിൻ ഹബീബിക വബിമാ മനൻത ബിഹി അലാ അഹ്ലി ത്വാഅതിക ഫഇന്നി അബ്ദുക വനാസിയതി ബിയദിക ജിഅതു ത്വാലിബൻ ബിമർളാതിക. നിങ്ങളുടെ മനാസികൾ നോക്കിക്കൊണ്ട് ഈ ദുആ ചൊല്ലൽ പ്രത്യേകം സുന്നത്തുണ്ട്. അതിന്റെ അർത്ഥങ്ങളൊക്കെ വിശദീകരിക്കാൻ സമയക്കുറവുള്ളത് കൊണ്ടാണ് നിങ്ങൾ മനാസികൾ നോക്കി അതിന്റെ കാര്യം മനസ്സിലാക്കുക. ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ ചരിത്രം തിളങ്ങുന്ന ഭൂമിയാണ് മിന. തന്റെ കുഞ്ഞിനെ അവിടെ വെച്ചാണ് മഹാനവർകൾ അറുക്കാൻ മുന്നോട്ട് വന്നത്. മിനാ പുണ്യഭൂമി നോക്കൂ, മിനാ പുണ്യഭൂമിയിലേക്ക് ശ്രദ്ധിക്കൂ. ചരിത്രം ഇറങ്ങുന്ന ഭൂമിയിൽ ഇതാ ഞാനും നിങ്ങളും എത്തിപ്പെട്ടിരിക്കുന്നു. ഇപ്പോൾ ദുൽഹജ്ജ് 8 ഇന്ന്. ദുൽഹജ്ജ് 8-നാണ് നമ്മൾ അവിടെ എത്തേണ്ടത്. ദുൽഹജ്ജ് 8-ന് ഹാജിമാരായ നമ്മൾ മിനയിൽ ചെന്ന് ചെയ്യേണ്ടത് എന്തൊക്കെയാ? പ്രത്യേക കർമ്മങ്ങളൊന്നുമില്ല. ദുൽഹജ്ജ് 8-ന് നമ്മൾ അറഫയിലേക്ക് ഒരുങ്ങുകയാണ്. ഹാജിക്ക് ശറഅ് നിർദ്ദേശിച്ചിട്ടുള്ള കർമ്മം ദുൽഹജ്ജ് 8-ന് ളുഹറിന് അവിടെ എത്തുക. ളുഹർ, അസർ, മഗ്രിബ്, ഇശാ, 9-ന്റെ സുബഹി, ഈ 5 വക്ത് നമസ്കാരം മിനയിൽ നിസ്കരിക്കുക. ഇതാണ് ഹാജി ചെയ്യേണ്ട പ്രവർത്തനം. ഇത് ചെയ്യാൻ സാധിക്കുമെങ്കിൽ ചെയ്യുക, സുന്നത്തേ ഉള്ളൂ. ചിലപ്പോൾ 9-ന്റെ സുബഹി നിസ്കരിക്കുന്നതിന് മുമ്പ് തന്നെ 9-ന് രാത്രി അറഫയിലേക്ക് തിരക്കാകുമെന്ന് കരുതി മുത്തവീഫ് ബസ്സിൽ കൊണ്ടുപോയി എന്ന് വരാം. അപ്പോൾ സുബഹി അറഫയിലാണ് നമസ്കരിക്കുക. അങ്ങനെ എല്ലാവരും അറഫയിലേക്ക് നീങ്ങുന്നതിന് വേണ്ടി സജ്ജരായി കുളിച്ചൊരുങ്ങി നിൽക്കുകയാണ്. ദുൽഹജ്ജ് 9-ന്റെ അന്ന് സുബഹി നമസ്കരിച്ച ശേഷം ദുൽഹജ്ജ് 9 അൽ ഹജ്ജ് അറഫ, ഇന്നാണ് അറഫ. ലോകം മുഴുവൻ അറഫയിലേക്ക് ഒഴുകുകയാണ്. ലോകം മുഴുവൻ അങ്ങോട്ട് ഉറ്റുനോക്കുകയാണ്. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് പ്രാർത്ഥന സ്വീകരിക്കുന്ന സമയം ളുഹ്റോടെ ആരംഭിക്കുകയാണ്. ലോക മുസ്ലിമിന്റെ മനസ്സ് തുടികൊട്ടുന്നു ആ സമയം ഇങ്ങായി കിട്ടാൻ. ആ സമയം ഇങ്ങായാൽ അവർ ദുആ ചെയ്യാൻ പോകുന്നു. അങ്ങനെ അറഫയിലേക്ക് അതാ ജനങ്ങൾ നീങ്ങുന്ന ഈ ആരവം നോക്കൂ. നിങ്ങൾ സകല വാഹനത്തിന്റെ പുറത്ത് നോക്കൂ. എല്ലാ വാഹനങ്ങളും ഇതാ അറഫയിലേക്ക്. ഇന്ന് അറഫാ ദിനമാണ്, അൽ ഹജ്ജ് അറഫ. ഈ അറഫാ ദിനത്തിൽ ഹാജിക്ക് നോമ്പ് സുന്നത്തില്ല. നമ്മുടെ നാട്ടിൽ അറഫാ ദിനത്തിൽ നാം നോമ്പ് അനുഷ്ഠിക്കുന്നു. അറഫാ ദിനത്തിൽ നോമ്പനുഷ്ഠിച്ചുകൊണ്ട് ലോക മുസ്ലിമീങ്ങൾ ഹാജിമാരുടെ ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുന്നു. ഹാജിമാർ നോമ്പ് നോൽക്കാതെ ആരാധനക്ക് സജ്ജരായി നിൽക്കുന്നു. അങ്ങനെ അള്ളാഹുവിന്റെ പരിശുദ്ധ ദീൻ നമ്മളെ പഠിപ്പിക്കുന്നു. ഇമാം നബവി തങ്ങളുടെ വാചകം നോക്കൂ നിങ്ങൾ. ഫൈദാ ത്വലഅത്തി ശംസു യൗമ അറഫത, അറഫാ ദിനത്തിൽ സൂര്യൻ ഉദിച്ചാൽ, അലാ സബീരിൻ, സബീർ, അതെന്താ സബീർ? വഹുവ ജബലുൻ മഅറൂഫുൻ ഹുനാക, മിനയിലുള്ള ഒരു പർവ്വതമാണ്. സാറൂ മിൻ മിനൻ മുതവജ്ജിഹീന ഇലാ അറഫാത്ത്,
എല്ലാവരും അതാ അറഫ ലക്ഷ്യമാക്കി നീങ്ങുന്നു. അറഫ പുണ്യഭൂമി ലക്ഷ്യമാക്കി മുഴുവൻ ആളുകളും അതാ നീങ്ങുന്നു. ആ നീക്കം അത് അത്ഭുതകരമായ ഒരു കാഴ്ചയാണ്. അങ്ങനെ പുറപ്പെടുന്ന സമയത്ത് അല്ലാഹുമ്മ ഇലൈക തവജ്ജഹ്തു വലിവജ്ഹികൽ കരീം അറത്തു ഫജ്അൽ ദംബി മഗ്ഫൂറാ വഹജ്ജി മബ്റൂറാ വർഹംനി വലാ തുഖയ്യിബ്നി ഇന്നക അലാ കുല്ലി ഷൈഇൻ ഖദീർ. ഈ ദുആ ചൊല്ലിക്കൊണ്ട് പിന്നെ തൽബിയത്ത് ലബ്ബൈക് അല്ലാഹുമ്മ ലബ്ബൈക് എന്ന് ചൊല്ലിക്കൊണ്ട് അങ്ങ് പോവന്നെ. നടന്നു പോകാം, അതാ സൗകര്യം. വാഹനത്തിലും പോകാം. അങ്ങനെ അറഫയിലെത്തി മുത്തയ്യിഫ് ഒരു പ്രത്യേക ടെന്റ് നമുക്ക് സംവിധാനിച്ചു തന്നിട്ടുണ്ടാവും. ഇവിടെ നാം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം വിട്ടുപോകരുത്. മിനയിലെ തമ്പിലെത്തിക്കഴിഞ്ഞാൽ തമ്പ് വളരെ ചെറിയൊരു സൗകര്യമായിരിക്കും. ഈ തമ്പിനുള്ളിൽ ധാരാളം ആളുകൾ ഒരുമിച്ച് കിടക്കും. 10-50 ആളുകളൊക്കെ ഒരു തമ്പിൽ ഒന്നിച്ച് കിടക്കുമ്പോൾ വളരെ ചുരുങ്ങിയ ഏരിയ മാത്രമേ ഒരാൾക്കുണ്ടാവൂ. ഒന്ന് കൈ നീട്ടാൻ പോലും സൗകര്യം ഉണ്ടാവില്ല. ഒന്ന് കിടന്നാൽ കൈ നീട്ടിയാൽ അടുത്ത ആളുടെ ശരീരത്തിൽ കൈ തട്ടും. നമ്മൾ സുഖിക്കാനല്ലല്ലോ പോകുന്നത്. മണ്ണിൽ ഒരു പരവതാനി മാത്രം വിരിച്ചിരിക്കും. വളരെ പ്രയാസകരമാണ്. സിഗരറ്റ് വലിക്കരുത്, വൃത്തികേടാക്കരുത്, ഭക്ഷണാവശിഷ്ടം അവിടെ ഇടരുത്, മറ്റുള്ളവരെ ദ്രോഹിക്കരുത്. 100 പേർക്കൊക്കെ ഒരു ബാത്റൂം എന്ന രീതിയിലൊക്കെ വരും. അപ്പോൾ ആ ബാത്റൂം വളരെ സൂക്ഷിച്ച് ഉപയോഗിക്കണം. വളരെ കൂടുതൽ സമയം അതിനകത്ത് ഇരിക്കരുത്. മറ്റുള്ളവരെ ഉപദ്രവിക്കുന്ന പ്രയാസമുണ്ടാക്കുന്ന ഒരു പ്രവർത്തനവും ചെയ്യരുത്. ഇഹ്റാമിലാണെന്ന ബോധവും ബോധ്യവും ഒക്കെ വേണം. അങ്ങനെ അറഫ പുണ്യഭൂമിയിൽ കിടന്നുറങ്ങുമ്പോൾ കൈ നീട്ടിയാൽ അടുത്തവന്റെ കയ്യിൽ തട്ടും. സ്ത്രീകൾ തമ്മിലുണ്ടാകും. ഒരു മറ വിരിച്ച് അതിർത്തികളൊക്കെ പാലിച്ചുകൊണ്ട് ശ്രദ്ധിച്ച് സൂക്ഷിച്ച് നീങ്ങണം. എന്നോട് ഒരിക്കലും ഒരു ആജി ചോദിച്ചു, ഇതെങ്ങനെയാ? ഇവിടെ നമ്മൾ കിടക്കുമ്പോൾ ഒന്ന് തിരിഞ്ഞു കിടന്നാൽ അടുത്തവന്റെ ശരീരത്തിൽ തട്ടുമല്ലോ, എന്തു ചെയ്യും? ഞാൻ അയാളോട് പറഞ്ഞു, ഖബറിൽ ഇത്രയും സ്ഥലം ഉണ്ടാവാറില്ലല്ലോ, അതുകൊണ്ട് നിങ്ങൾ സൂക്ഷിക്കണം. അയാൾക്ക് പിന്നെ ഒന്നും ചോദിക്കാനുണ്ടായില്ല. ഇത് പരലോകത്തേക്കുള്ള ഒരു യാത്ര പോലെയാണ്.